വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വചനം ജഡമായി തീർന്ന യേശു കർത്താവ് നമ്മുടെ മധ്യത്തിലുള്ള ആ കർത്താവിലേക്ക് തന്നെ നമ്മൾക്ക് ശ്രദ്ധ തിരിച്ച് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവെ അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവ്, ഞങ്ങളെ വിമുക്തന്മാരാക്കി തീർത്ത അവിടുത്തെ വലിയ കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങള് എന്തെല്ലാം ബന്ധനങ്ങളിലായിരുന്നു, പാപത്തിന്റെ ശിക്ഷയുടെ ബന്ധനത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു. പാപത്തിന്റെ ശക്തിയുടെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. പാപത്തിന്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ വിടുവിക്കുന്ന ഒരു നാള് അവിടുത്തെ രണ്ടാമത്തെ വരവെങ്കിലായിരിക്കുമല്ലോ. ഇത്രയധികം വലിയൊരു രക്ഷ, ഇത്ര വലിയൊരു വിടുതൽ, വിമുക്തി എത്തുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ. അതെ കർത്താവെ, അവിടുന്ന് കെട്ടപ്പെട്ടവനായിട്ട് കർത്താവെ ആ ക്രൂസിലെ കൂരിരുളില് കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നല്ലോ. പിതാവിനാൽ കൈവിടപ്പെട്ടവനായിട്ട് ഏകനായിട്ട് എല്ലാവരാലും കൈവിടപ്പെട്ടവനായിട്ട് തന്റെ ഹരിമ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി കർത്താവെ പിതാവും മുഖം തിരിച്ചു ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീർന്നു. ഞങ്ങൾ നീതിയാകേണ്ടതിനായിട്ട് കർത്താവെ അവിടുത്തെ ആ വലിയ പുണ്യാഹയാകത്തെ ഓർക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് എന്തുണ്ട് പകരം നൽകാൻ? ഞങ്ങളെ തന്നെയും സമ്പൂർണ്ണമായിട്ട് ഒരു യാഗമായിട്ട്, ഒരു പൂജ്യമായിട്ട്, സീറോവായിട്ട് ഞങ്ങളെ തന്നെയും താഴ്ത്തി സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് കർത്താവെ ഇന്നും ഞങ്ങളെ ഫ്രഷായിട്ട് അവിടുത്തെ വചനത്താല് കർത്താവെ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ ശബ്ദം തന്നെ ഞങ്ങൾക്ക് കേൾക്കണേ കർത്താവെ. അവിടുത്തെ ശബ്ദത്തെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അമൃതസ്വരത്തെ ഇമ്പസ്വരത്തെ കേൾപ്പാൻ, അത് കാഹളധ്വനി പോലെ വ്യക്തമായിട്ട് കേൾപ്പാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പതിയുവാൻ ഞങ്ങളുടെ ഹൃദയ പലകമേൽ അവിടുന്ന് എഴുതി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവെ വിധേയപ്പെട്ട സമ്പൂർണ്ണമായിട്ടും കർത്താവെ എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ വചനം പോലെ എന്ന കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, ഞങ്ങൾ എത്ര ബലഹീനരാണ് എന്ന അവിടുന്ന് ബലവാനായതുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവെ. അവിടുത്തെ വചനത്തെ തന്നായിട്ട് അവിടുത്തെ പുനഃനാമത്തെ മാത്രം മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അത് വാക്യപ്രതിവാക്യമായിട്ടും വാക്കുകളായിട്ടും എല്ലാം നമ്മള് മാസങ്ങളായിട്ട് കോട്ടേജ് യോഹന്നാൻ 18-ാം അധ്യായം വാക്യപ്രതിവാക്യമായിട്ട് നമ്മള് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. നമ്മള് അതിന്റെ 28 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 18-ന്റെ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. 29 മുതലായി നമുക്ക് കാണാനുള്ളത് കർത്താവിന്റെ ഇഹലോക ജീവിതവാസം. 33 വർഷക്കാലം കർത്താവ് ജീവിച്ചു. അതിന്റെ തലേനാള് രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് അന്ത്യത്താഴം കഴിക്കുന്നു. അതിനുശേഷം അവര് ഒലിവുമലയിലേക്ക് പോകുന്നു. അതിനുശേഷം ഗത്സമന തോട്ടത്തിലേക്ക് അവർ വരുന്നു. അവിടെ കർത്താവിന്റെ ശിഷ്യന്മാർ ഒരുവനായിരുന്ന യൂദാസ് അവനെ ഒറ്റിക്കൊടുക്കാനായിട്ട് അവിടെ റോമൻ പട്ടാളവുമായിട്ട് മഹാപുരോഹിതന്മാരും റോമൻ പട്ടാളവും ഒക്കെ ആയിട്ട് അവൻ വരുന്നതായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അതിന്റെ 18-3 യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരെയും ഇപ്പൊ പട്ടാളത്തെയും കൊണ്ടുവന്നു. പിന്നെ മഹാപുരോഹിതന്മാരും പരീശന്മാരും അയച്ച സേവകരായിട്ട് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് വലിയൊരു പുരുഷാരം അവിടെ റോമൻ കോഹോട്ട് എന്നുള്ള ആ സ്പെയറ എന്നുള്ള ആ ഗ്രീക്ക് വാക്കിൽ മിലിറ്ററി കോഹോട്ട് എന്ന് പറഞ്ഞാൽ 600 മുതൽ 1000 വരെയൊക്കെയുള്ള ആളുകള് ഉൾപ്പെടുന്ന ആ വലിയ സൈന്യത്തോടെ കർത്താവിനെയും ശിഷ്യന്മാരെയും കൂടെ വകവരുത്താൻ അവർ ഒരു പക്ഷേ കച്ചകെട്ടി കാണും. എന്ന് വെച്ചാൽ ശിഷ്യന്മാരെ അങ്ങനെ വെറുതെ വിട്ട വീണ്ടും ഇവന്റെ സന്ദേശം പിന്നെയും അത് പരക്കും എന്നുള്ള ഒരു പേടിയൊക്കെ അവർക്ക് കാണുന്ന ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തില് ശിഷ്യന്മാരെ അങ്ങ് വെറുതെ വിടുവാൻ തക്കവണ്ണം അധികാരത്തോടെ കർത്താവ് അവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കർത്താവിന്റെ അധികാരം അവിടെ ഒന്ന് വെളിപ്പെടാനായിട്ട് ഞാനാകുന്നു എന്ന് കർത്താവ് ഈഗോ എമി എന്നുള്ള ആ ഗ്രീക്ക് വാക്കില്, ഈഗോ എമി എന്നുള്ള അതേ ഗ്രീക്ക് വാക്ക് തന്നെയാണ് മോശയ്ക്ക് തന്നെ ഞാനാകുന്നു എന്ന് പുറപ്പാട് 3:14 അത് എബ്രായ ഭാഷയിൽ ആ പഴയ നിയമം എഴുതപ്പെട്ടതെങ്കിലും സെപ്റ്റുവജിന്റ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പരിഭാഷ പഴയ നിയമത്തിനുണ്ട്. അത് കർത്താവിന്റെ കാലം മുതലേ ആ 70ഓളം പണ്ഡിതന്മാര് ചേർന്ന് ആ എബ്രായ പഴയ നിയമം അതിന്റെ ഒറിജിനൽ അത് ഗ്രീക്കിലേക്ക് 70ഓളം അന്നത്തെ വേദപണ്ഡിതന്മാര് BC-യിൽ തന്നെ കർത്താവിന് മുമ്പ് തന്നെ BC 1-ാം നൂറ്റാണ്ടില് പരിഭാഷപ്പെടുത്തിയതായിട്ട് പറയപ്പെടുന്ന ആ പരിഭാഷ അന്ന് തന്നെ ആ സെപ്റ്റുവജിന്റ് എന്ന് പറഞ്ഞ ഗ്രീക്ക് പരിഭാഷ അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രീക്ക് പരിഭാഷയില് പുറപ്പാട് 3:14 ഞാനാകുന്നു എന്ന് പറയുന്ന ആ വാക്ക് ഈഗോ എമി എന്നുള്ള വാക്ക്, അതാ കർത്താവ് ഞാനാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും കർത്താവിന്റെ ആ ഒരു താൻ തന്നെയാണ് യഹോവയായ ദൈവം, സർവശക്തനായ ദൈവം താൻ തന്നെ എന്നുള്ള ആ ഒരു കർത്താവിന്റെ വലിയ അധികാരത്തിന്റെ ഒരു ചെറിയ ഗ്ലിംസ്, ചെറിയൊരു മിന്നല്, ചെറിയൊരു അധികാരം അവിടെ വെളിപ്പെടുന്നതും റോമൻ പട്ടാളക്കാരെന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഏറ്റവും വലിയ പട്ടാളമായിരുന്നു. ഇന്നിപ്പം US മിലിറ്ററി എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ന് നമ്മൾ ഇപ്പം ഞാൻ അവിടെ സെക്കൻഡറി പ്രാക്ടീസ് ചെയ്യുമ്പോൾ US മിലിറ്ററി ബേസില്
അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ വർക്ക് ചെയ്തവരൊക്കെ അവര് എന്തെങ്കിലുമൊക്കെ കോമ്പൻസേഷൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം US മിലിറ്ററിയുടെ റിക്രൂട്ട്മെന്റിനായിട്ട് അവര് അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഒക്കെ വർക്ക് ചെയ്ത് അവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിന്റെ ഓർമ്മക്കുറവുണ്ട്, പിടിസ്വപ്നം വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ US മിലിറ്ററി എന്ന് പറഞ്ഞാൽ അത്രയും അവര് കൊടുക്കുന്ന കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ചിലർ നമ്മുടെ തൊട്ട് 100-200 രൂപയൊന്നുമല്ല, അതുപോലെ തന്നെ വലിയ ഡോളർ കണക്കിനുള്ള കോമ്പൻസേഷൻ ഒക്കെ അർഹതപ്പെട്ടവർക്കൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇന്നിപ്പോ US മിലിറ്ററി എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് റോമൻ പട്ടാളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാ രാജ്യമായിട്ട്, അവിടുത്തെ വലിയ സാമ്രാജ്യമായിട്ട്, അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം കർത്താവ് ഇരിക്കുന്ന സമയത്ത് ആ റോമൻ സാമ്രാജ്യമായിരുന്നു ഏറ്റവും വലിയ സാമ്രാജ്യമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ റോമൻ സാമ്രാജ്യത്തിന്റെ പട്ടാളക്കാര് ഈ കർത്താവ് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മറിഞ്ഞിടിച്ച് വീണു. അതാണ് നമ്മള് അവിടെ കാണുന്നത്. എത്ര ദൈവത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഏത് പട്ടാളവും സൈന്യവും ഒക്കെ എന്തോ ഉണ്ട്. ഈ പട്ടാളക്കാർ തന്നെ പിന്നെ കർത്താവിനെ മുഷ്ടി ഉരുട്ടി ഇടിക്കുന്നതും തുപ്പുന്നതും ആരാ പ്രവചിച്ചെന്ന് പറയാനൊക്കെ പറയുന്ന ഈ പട്ടാളക്കാരിൽ ഉൾപ്പെടുന്ന ആ പട്ടാളക്കാരൊക്കെ തന്നെ. പക്ഷെ അവരെല്ലാം കൂടെ മറിഞ്ഞിടിച്ച് വീണു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ ഇവിടെ കാണുന്നത്. ഡ്രൂ ബാക്ക് ആൻഡ് ഫെൽ ടു ദ ഗ്രൗണ്ട്. എന്റെ 6-ാമത്തെ വാക്യത്തില് ഞാൻ തന്നെ എന്നുള്ള ശരിക്കും ഞാനാകുന്നു എന്ന് അവരോട് പറഞ്ഞപ്പോ അവർ പിൻവാങ്ങി നിലത്ത് വീണു. അവിടെ റോമൻ പട്ടാളത്തിന് ഞാനാകും എന്നുള്ള വാക്കൊന്നും അറിയത്തില്ലെങ്കിലും ആ കർത്താവിന്റെ ആ ഒരു താൻ സർവശക്തനായ ദൈവമാണെന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സ്ഫുരണം അവിടെ ഒരു ഗ്ലിംസ് ഓഫ് ഹിസ് ഗ്ലോറി അവിടെ വെളിപ്പെട്ടപ്പോഴത്തേക്കും ആ ദൈവത്തിന് മുമ്പാകെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരുപാട് സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ് സൂര്യൻ. ആ സൂര്യനെ പോലും നട്ടുവെച്ച നേരത്ത് നമുക്ക് സൂര്യനെ നഗ്നനേത്രങ്ങളോട് നോക്കാൻ പറ്റും ഇല്ല. അപ്പൊ അത്രമാത്രം ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്തോ ഉണ്ട്, ദൈവത്തിന്റെ ഗ്ലോറിയുമായിട്ട് തേജസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യനെക്കാട്ടിലും വലിയ പ്രകാശമുള്ള നക്ഷത്രങ്ങൾ ഉള്ളതായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട്. എന്നാൽ ആ സൂര്യനെ പോലും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് അതിന്റെ ഉച്ചസമയത്ത് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം ആ മറുരൂപം വരയിലും കർത്താവിന്റെ വസ്ത്രം സൂര്യശോഭ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട്. 17-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതൊരു അലക്കുകാരന്റെ അലക്കിനെക്കാട്ടിലും വലിയ വെളുപ്പുള്ള ആ ഒരു അങ്കി എന്നൊക്കെ നമ്മുടെ മർക്കൂസിന്റെ സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം ആ കർത്താവിന്റെ തേജസ്സിന്റെ ചെറിയൊരു ഗ്ലിംസ് കണ്ടപ്പോഴത്തേക്കും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അങ്ങ് അവരൊക്കെ അങ്ങ് ഓവർവെൽംഡ് ആയിപ്പോയി. അവരൊക്കെ അങ്ങ് മതിമറന്നു പോകുന്ന തരത്തില് അതുപോലെ ഒരു അനുഭവമായിരുന്നു അവർക്ക്. പത്രോസ് പിന്നെ ലേഖനം എഴുതുമ്പോഴും ഒക്കെ 1 പത്രോസ് 2-ാം അധ്യായത്തിലൊക്കെ 1 പത്രോസ് 1-ാം അധ്യായത്തിന് അവസാനം അല്ലെ 1 പത്രോസ് 1-ാം അധ്യായത്തിന് അവസാനമൊക്കെ താങ്കൾ കണ്ട ആ ഒരു വലിയ ശോഭയെ കുറിച്ചൊക്കെ അവർ പറയുന്നൊക്കെ ഉണ്ട്. ഞാൻ ആ വാക്യം എടുക്കണമെങ്കിൽ നമുക്കറിയാം 1 പത്രോസ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ ആണോ എന്ന് നോക്കട്ടെ. അതെ 1-ാം അധ്യായത്തിന്റെ 18 അതിന്റെ 17-ാമത്തെ വാക്യത്തില് ദശാബ്ദങ്ങൾക്ക് ശേഷം പത്രോസ് തന്റെ അവസാനത്തെ ലേഖനം എഴുതുമ്പോഴും 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ അതിന്റെ 16-17 ഞാൻ വായിക്കുക. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കഥകൾ പറഞ്ഞിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ട് അത്രയും. അവന്റെ മഹിമ, കർത്താവിന്റെ സ്വഭാവത്തിന്റെ മഹിമ കണ്ടു. പിന്നെ ആ വലിയ ആത്മതേജസ്സിന്റെ അതിന്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് അവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ ഇവന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അത് സ്നാനജലത്തിന്റെ സമയത്തും ഇവന്റെ പ്രിയപുത്രൻ എന്നുള്ള ഒരു അവിടെ വലിയൊരു വിളംബരം പിതാവിന്റെ ഒരു ശബ്ദം നമ്മുടെ സ്വർഗ്ഗത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മത്തായി 3-ാം അധ്യായത്തിന് അവസാനം നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നെ മത്തായി 17-ാം അധ്യായത്തിൽ ഇവിടെ മറുരൂപമലയിലും ഇവന്റെ പ്രിയപുത്രൻ ഇവൻ പറയുന്നത് കേൾക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ അതിന്റെ കാര്യം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള അതുപോലുള്ള ആ ഒരു വലിയ 18-ാമത്തെ വാക്യം, ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പൊ ആ പർവ്വതത്തിൽ നിന്ന് കേട്ട ശബ്ദം അവിടെ പറയുന്നത്. അതിന്റെ പ്രവാചക വാക്യവും അത് അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിന്റെ 19-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ യേശുവിന്റെ വലിയൊരു തേജസ് അവിടെ വെളിപ്പെട്ടതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ തേജസ്സുള്ള കർത്താവ് തന്നെ മീക്നെസ് ആൻഡ് മജസ്റ്റി എന്ന് നമ്മളൊരു ഇംഗ്ലീഷ് പഴയ ഒരു ഹിമ്മിന് പാടുന്നുണ്ട്. മീക്നെസ് ആൻഡ് മജസ്റ്റി എന്നുള്ളതെന്ന് പറഞ്ഞാൽ മജസ്റ്റി, ദൈവത്തിന്റെ
മജസ്റ്റി, വലിയൊരു ഗ്ലോറി, വലിയൊരു തേജസ് ഉണ്ട്. എന്നാൽ വളരെ മീക്കായിട്ട് തന്നെ തന്നെ താഴ്ത്തി ഒരു കുഞ്ഞാടിനെ പോലെ റോമ കത്തിരിക്കുന്നതിന് മുമ്പാകെ കുഞ്ഞാടിനെ പോലെ നിന്ന ആ ഒരു യേശുവിന്റെ ആ ഒരു മഹത്വം, ആ ഒരു യഹൂദയുടെ സിംഹമായിട്ടുള്ള ഒരു വലിയ തേജസ്, വലിയൊരു മജസ്റ്റി, വലിയൊരു ഗാംഭീര്യം അവിടെ ഉണ്ട് എന്ന ഒരു കുഞ്ഞാടായിട്ട്, അർക്കപ്പെട്ട കുഞ്ഞാടായിട്ട്, യഹൂദൻ സിംഹമാണ് കർത്താവ് എന്ന അർക്കപ്പെട്ട കുഞ്ഞാടായിട്ട്, ആ അർക്കപ്പെട്ട് ആ യഹൂദൻ സിംഹത്തെ യോഹന്നാൻ വെളിപാട് 5-ാം അധ്യായത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എന്താ കണ്ടേ? ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടവൻ എന്ന പോലെ ഒരു കുഞ്ഞാടിനെ കണ്ടതായിട്ട് നമ്മളവിടെ, അതാ അതിന്റെ ഒരു മീക്നെസ് ആൻഡ് മജസ്റ്റിയുടെ ഒരു ബാലൻസ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. അതാ നമ്മളിവിടെ വെളിപാട് 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ലയൺ ദാറ്റ് ഇസ് ഫ്രം ദ ട്രൈബ് ഓഫ് ജൂദ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, അവൻ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പം ആ സിംഹത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഞാൻ 6-ാമത്തെ വാക്യം, ഞാൻ സിംഹാസനത്തിലെ 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഒരു സിംഹത്തിന്റെ വലിയ ശബ്ദം കേൾക്കുന്നു. സിംഹത്തിനെ കുറിച്ച്, സിംഹം ഉണ്ടെന്നുള്ളൊരു കാര്യം, യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് അവിടെ ഒരു മൂപ്പന്മാരിൽ ഒരുവൻ പറയുന്നതായിട്ട് 5-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നു. എന്നാ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയാ കാണുന്നത്? ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ട്. അതാ കർത്താവ് സർവശക്തനായ ദൈവമാ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോഴും കർത്താവ് ദൈവമായിരുന്നു. എന്നാ തന്റെ സർവശക്തിയെല്ലാം, തന്റെ ആ ശക്തി ജ്ഞാനവും എല്ലാം അങ്ങ് ഒഴിച്ചു വെച്ച്, തന്നെ തന്നെ അങ്ങ് ഒഴിച്ച് ദേഹരൂപത്തിൽ മനുഷ്യനായിട്ട് വന്നു എന്നൊക്കെ നമ്മള് ഫിലിപ്പിയർ 2-6-7 വാക്യങ്ങളിൽ വായിക്കുന്നു. അപ്പൊ ആ ഒരു കർത്താവിന്റെ ഒരു താഴ്മ, കർത്താവിന് 12-ലേറെ ലെഗ്യോൻ സൈന്യത്തെ വിളിക്കുവാൻ അധികാരമില്ലയോ? എന്നിട്ടും നീ എന്താ ഒരു വാളും കൊണ്ടാണോ എന്നെ ഡിഫെൻഡ് ചെയ്യാൻ, എന്നെ പ്രതിരോധിക്കാൻ നോക്കുന്നതെന്നൊക്കെ മത്തായി 26-ാം അധ്യായത്തിലൊക്കെ കർത്താവ് അവിടെ പറയുന്നു. മത്തായി 26-53 കർത്താവ് പറയുക, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോനിലധികം, ഒരു ലെഗ്യോൻ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര, 12, ഒരു 6000-ഓളം കാലാൾപ്പടയാ. അപ്പം 12 ലെഗ്യോൻ എന്ന് പറയുമ്പോൾ 12 × 6 എന്ന് പറയുമ്പോൾ 72,000, 72,000-ലധികം. ഇപ്പൊ ഒരു കല്യാണത്തിന്റെ ആളെന്ന് പറഞ്ഞാൽ തന്നെ എത്ര പേര്? 72,000 പേരെന്ന് പറഞ്ഞില്ല എന്തോ. അതും വെറും ആൾക്കാരല്ല, ദൂതന്മാര്. ഒരു ദൂതനെ അടികൊണ്ടാൽ ആയിരങ്ങള് ഒന്നുമില്ലാതായി പോകുന്നതായിട്ടൊക്കെ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുന്നത്. അപ്പൊ ഇത് 12,000-ലധികം, 72,000-ലധികം ലെഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് പത്രോസേ, നീ ഒരു വാളും കൊണ്ട് എന്നെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിരിക്കുന്നേ, നിന്റെ വാളങ്ങ് ഉറയിലിടുക. 52-ാമത്തെ വാക്യത്തിന് തൊട്ട് മുമ്പ്, വാളെടുക്കുന്നതെല്ലാം വാളാൽ നശിച്ചു പോകുന്നൊക്കെ അവിടെ മത്തായി 26-52 കർത്താവ് പറഞ്ഞതൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ അത്രയും വലിയ തേജസ്സുള്ള കർത്താവ് തന്നെ തന്നെ ബന്ധിക്കുവാനായിട്ട്, ആരുടെ മുമ്പിൽ ഇവരെല്ലാം മറിഞ്ഞടിച്ച് വീണോ ആ കർത്താവ് തന്നെ 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 ബന്ധിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതാ നമ്മള് 12-ാമത്തെ വാക്യത്തില്, യോഹന്നാൻ 18-12 അവിടെ ഇത് ഇരുട്ടിന്റെ നാഴികയാണെന്നും പറഞ്ഞ് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യം നമ്മള് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ചകളിൽ ആ വാക്യം വായിച്ചായിരുന്നു. ഞാൻ അതൊന്നുകൂടി എടുത്തുനിന്ന് വായിക്കാൻ. ലൂക്കോസ് 22-53, ലൂക്കോസ് 22-53 ഇതേ ആ പോർഷനിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോടുകൂടി ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല, എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇരുളിന്റെ അധികാരത്തിനായിട്ട് പിതാവായ ദൈവം തന്റെ ജ്ഞാനത്തില് ഈ ഒരു സമയം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ചിലപ്പം കർത്താവിന്റെ മക്കളെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നാൽ ചിലപ്പോ ഒരു 3 വേലികളുണ്ട് ദൈവമക്കൾക്ക് ചുറ്റും. ഏതൊക്കെയാ 3 വേലികൾ? നമ്മളത് യോബ് 1-10 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമ്മളുടെ വസ്തുവകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ബാങ്ക് ബാലൻസ്, ഷെയർസ്, വസ്തുവകള്, അതിനെല്ലാം ചുറ്റും ഒരു വേലിയുണ്ട്. പിന്നെ നമ്മുടെ കുടുംബക്കാര്, നമ്മളുടെ വീട്ടുകാര്, നമ്മളുടെ ഭാര്യ, ഭർത്താവ്, മക്കള്, അപ്പനമ്മമാര്, മക്കള്, മരുമക്കള്, കൊച്ചുമക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലിക്കെതിരെ ഒരു വേലിയുണ്ട്. പിന്നെ നമ്മുടെ ജീവനെതിരെ ഒരു വേലിയുണ്ട്. ജീവന് ചുറ്റുമായിട്ടൊരു വേലിയുണ്ട്. നമ്മുടെ ഭൗതിക ജീവന് ചുറ്റുമായിട്ടൊരു വേലിയുണ്ട്. 3 ഞാൻ പറഞ്ഞതല്ല, യോബ് 1-10 സാത്താന്റെ വായുധം തന്നെ അറിയാതൊരു സത്യം വീണപ്പോയതാ. അത് യോബ് എഴുതി വെച്ച്, അതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ആ 3 വേലികളുണ്ട്. എന്നാൽ ചില സമയത്ത് ആ ഒരു വേലി കുറച്ചൊന്ന് പൊളിക്കാനായിട്ട് ചിലപ്പോൾ നമുക്കൊരു രോഗം വരാനാവട്ടെ, ചിലപ്പോൾ നമുക്കൊരു സാമ്പത്തിക നഷ്ടം വരാനാവട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു പ്രയാസമോ, ചിലപ്പോൾ ഒന്ന് കാലി കുറഞ്ഞ് കുറച്ച് രക്തം പോകുന്ന കാര്യമാവട്ടെ, നമ്മള് സാക്ഷ്യത്തിൽ കേട്ടതുപോലെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാവട്ടെ. അപ്പൊ ചില കാര്യങ്ങൾ ദൈവം അനുവദിക്കും. അപ്പൊ അനുവദിക്കുമ്പോൾ നമ്മളങ്ങ്
പേടിച്ചു പോകേണ്ട കാര്യമില്ല. ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും ചെയ്തില്ല. ശരിയാണ്, കർത്താവിനെ ആശ്രയിച്ച് നമ്മള് ജ്ഞാനത്തോടെ എല്ലാം വേണ്ടുന്നവണ്ണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യണം. എന്നാ അവിടെ എന്താ എല്ലാം ആരുടെ കൺട്രോളില? അങ്ങ് അവിടെ അപ്പച്ചന്റെ പരമാധികാരത്തിലാണ് ഉള്ളത്. അവിടുത്തെ പെർമിഷൻ ഒന്നും ഇല്ലാതെ, പെർമിഷൻ ഗ്രാൻഡഡ് എന്ന് പറയാതെ ഒരു രക്തക്കുഴലൊന്നും പൊട്ടാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെയുള്ള ഒരു സെക്യൂരിറ്റി നമുക്കുണ്ട്. അപ്പൊ ആ കർത്താവ് ഇരുളിന്റെ നാഴിക എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് നിങ്ങളുടെ അധികാരമാണ് ഇരുളിന്റെ നാഴികയാണെന്നൊക്കെ പറഞ്ഞ് കർത്താവ് ആ യോഹന്നാൻ 18:12 അവനെ പിടിച്ചു കെട്ടി, യേശുവിനെ പിടിച്ചു കെട്ടി. ഒന്നാമത് കർത്താവിനെ പിടിച്ചു കെട്ടി എന്ന് പറയുമ്പോൾ എന്തുവാ? ഈ സർവത്തെയും സൃഷ്ടിച്ച ആ കരങ്ങള്. കർത്താവാണ് ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളും സൗരയൂഥവും ആകാശഗംഗയും എത്രയോ ഗാലക്സീസ്, എത്രയോ അതുപോലെയൊക്കെയുള്ള സൗരഗോളങ്ങളെയൊക്കെ, ആകാശഗോളങ്ങളെയൊക്കെ സൃഷ്ടിച്ച് അവയെല്ലാം ആകാശത്തിൽ നിരത്തി വെച്ച ആ കരങ്ങള്, തിരുക്കരങ്ങൾ നിരത്തി വെച്ചു. താരകങ്ങൾ ഗഗനെ എന്ന അതിനു മുമ്പേ ഒരുക്കി, അതിനു മുമ്പായിട്ട് രക്ഷാമാർഗം ഒരുക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ ആ കർത്താവ് എല്ലാം അന്ന് കർത്താവിന് ശരീരമില്ലായിരുന്നു. കർത്താവ് പിതാവിന്റെ വചനമായിട്ട് ആ വചനത്തിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതെന്നും യോഹന്നാൻ 1-ാം എബ്രായർ 1-ാം നമ്മൾ വായിക്കുന്നുണ്ട്. ആ വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ഉണ്ടാകട്ടെ, സൗരഗോളങ്ങൾ ഉണ്ടാവട്ടെ, ആകാശഗോളങ്ങൾ ഉണ്ടാവട്ടെ, സൂര്യൻ ഉണ്ടാവട്ടെ, ചന്ദ്രൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ആ കർത്താവിന്റെ വചനത്തിലൂടെ അവിടെ നിരത്തി വെക്കപ്പെട്ട ഓരോന്നിനും അതിൻ്റെതായ ഓർബിറ്റും അതിൻ്റെതായ പാത്വേ ഒക്കെ ആയിട്ട് ഓരോന്നിന്റെ ഭ്രമണപഥമൊക്കെ തീരുമാനിച്ച് എല്ലാം കറക്റ്റായിട്ട് ഇത്ര മണിക്കൂർ, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ് കൊണ്ട്, ഇത്ര സെക്കൻഡ് ആൻഡ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഈ ഗ്രഹം അല്ലെങ്കിൽ ഈ ഉപഗ്രഹം ഈ ഗ്രഹത്തിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങണം. എല്ലാം ദൈവത്തിന്റെ എല്ലാം അതുപോലെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം നിരത്തി വെച്ച ആ ഒരു കർത്താവിന്റെ കരങ്ങളെ പിടിച്ചു കെട്ടപ്പെടാനായിട്ട് കർത്താവ് വെറും മനുഷ്യരായിട്ടുള്ള ഈ റോമൻ പട്ടാളക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം. ഇത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ. നമ്മളത് എനിക്ക് വേണ്ടിയെന്ന് കഴിയുമ്പോൾ അത് അത്രയ്ക്ക് അഹങ്കാരമാണ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് നമ്മളാരും ചിന്തിക്കരുത്. എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാ. നമ്മളത് എല്ലാവർക്കും വേണ്ടി എന്ന് പൊതുവായിട്ട് എടുക്കാതെ എനിക്ക് വേണ്ടി എന്റെ കർത്താവ് അത് സഹിച്ച് എന്നുള്ള കാര്യം അത് ആലോചിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തില് അതൊരു വൈകാരികമായിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വികാരത്തിലൊരു കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് നമ്മളുടെ ആത്മാവില് കർത്താവിനോട് ഒരു സ്നേഹം, എന്നെ വീണ്ടെടുക്കാനായിട്ടുള്ള കർത്താവിന്റെ സ്നേഹം. സാഗ്ബേറിന് പണ്ട് ബേറിന് ദൈവം ഈ ഒരു ക്രൂസിലെ കർത്താവിന്റെ യാഗത്തെ കുറിച്ച്, അതിന്റെ ആ ഒരു ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത, ദൈവം തന്നെ കൊടുത്ത ഒരു ഉപമയെ കുറിച്ച് വേറെ പിന്നെ പലയിടത്തും ഷെയർ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ വേറെ കേട്ടിട്ടുള്ള ഒരു ഉപമ, ഒരു ഉപമ, ഒരു സംഭവകഥ പോലെ നമ്മൾ പറയുവാണെങ്കിൽ, അതായത് നമ്മള് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പം നമ്മുടെ ഫ്രണ്ടും കൂടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. നമ്മള് റോഡ് ക്രോസ് ചെയ്യുന്നു. വലിയൊരു ട്രക്ക് വലിയ 80-90 സ്പീഡില്, നമ്മുടെ ഈ ഹൈവേയിലൊന്നും ആ സ്പീഡൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഇതെല്ലാം ഇടിച്ചു പിടിച്ച് കിടക്കുക. എന്നാൽ വലിയ സ്പീഡിൽ നിങ്ങൾ വരിക. നമ്മളത് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി, നമ്മൾ അത് കണ്ടില്ല, ട്രക്ക് വരുന്നത് കണ്ടില്ല. നമ്മൾ അങ്ങ് ക്രോസ് ചെയ്യാന് അങ്ങോട്ട് പോയി. അപ്പത്തേക്ക് നമ്മുടെ സുഹൃത്ത് എന്ത് ചെയ്തു? ആ ട്രക്കിൽ കണ്ട് നമ്മളെ പെട്ടെന്ന് പിടിച്ചു വലിച്ച് നമ്മളെ ആ ട്രക്കില് അരഞ്ഞ് ചമ്മന്തി ആയേനെ. എന്നാ സുഹൃത്ത് എന്താ പിടിച്ചു വലിച്ച് നമ്മളെ അങ്ങ് റോഡരികത്തേക്ക് മാറ്റിയിട്ടു. ആ മാറ്റിയിടുന്നതിന്റെ ഇടയിൽ സുഹൃത്തിന്റെ രണ്ടു കാലും ആ ട്രക്ക് വന്നങ്ങ് അരഞ്ഞു പോയെന്നിരിക്കട്ടെ. അപ്പൊ ആ സുഹൃത്തിനെ അതിന്റെ പിന്നെ നമ്മള് ആശുപത്രിയിൽ ചെന്ന് ആ സുഹൃത്തിനെ ചെന്ന് നമ്മൾ കാണാൻ പോവുക. അപ്പൊ ആ സുഹൃത്തിനെ ചെന്ന് കാണാൻ പോകുമ്പം നമ്മൾ എന്തായിരിക്കും ആ സുഹൃത്തിനോട് പറയുന്നേ? നീ എന്തായാലും ഇതൊക്കെ ചെയ്തല്ലോ, നല്ല കാര്യം, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, ശരി, ഓക്കെ, ബൈ ബൈ, ഞാൻ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുമോ? അതോ നമ്മൾ എന്ത് പറയാ സുഹൃത്തിനോട്? നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ജീവനെ തന്നെ പണയം വെച്ച ആ സുഹൃത്തിനോട് നമ്മൾ പറയും, ഇനി നിനക്ക് രണ്ട് കാലില്ല, എന്നാ ഞാൻ നിന്റെ കാലുകളായിരിക്കും, എന്റെ കാലുകൾ നിന്റെ കാലുകളായിരിക്കും. നീ എപ്പോ ഏത് പാതിരാത്രിയിലും നിനക്ക് എവിടെ പോകണോ, എന്ത് വേണമെന്ന് പറഞ്ഞാലും ഞാൻ അവൈലബിൾ ആയിരിക്കും. ഞാൻ അപ്പൊ ഓടിയെത്തും. ഞാൻ എന്നെ തന്നെ നിനക്കായിട്ട് തരും.
ആ, ഇന്ന് എന്റെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും നീ എപ്പോ വേണമെങ്കിലും വിളിച്ചാൽ ഞാന് ആ ഒരു ഫോൺ കോളിൽ ഞാൻ കൂടിയെത്താനായിട്ട് ഞാൻ ഞാൻ നിനക്ക് വാക്ക് തരുന്നു. നിനക്ക് ഇന്ന് കാര്യങ്ങൾ കണ്ടും ഇല്ലാതായിരിക്കുന്നത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ആ ഞാൻ തന്നെ ആയിരിക്കും നിന്റെ ആ രണ്ട് കാലുകളെന്ന് ആ സുഹൃത്തിനോട് നമ്മൾ പറഞ്ഞാൽ അതൊരു അധികപ്പറ്റാവത്തില്ല. അതൊരു അതൊരു യുക്തിപരമായിട്ടുള്ളൊരു കാര്യം എന്നേ ഉള്ളൂ. എന്ന് പറയുന്നത് പോലെ ആണ് കർത്താവിനോടുള്ള നമ്മളുടെ നന്ദി. നമ്മൾ പറയുക, ഞാൻ 10 തന്നേക്കാം, ഞാൻ ഞായറാഴ്ച ഒന്ന് മീറ്റിങ്ങിന് കഷ്ടിച്ച് അറ്റൻഡ് ചെയ്തിട്ട് ഓടിപ്പോയേക്കാം, ഞാൻ എപ്പോഴെങ്കിലും അത് തോന്നുമ്പോൾ ബൈബിളൊക്കെ ഒന്ന് വായിക്കാം, ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടാം, ഞാൻ നിനക്ക് അത് തരാം, ഞാൻ അങ്ങനെയൊക്കെ കുറച്ച് ദൈവത്തിന് എന്തോ ഔദാര്യം കൊടുക്കുന്ന പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഞാൻ വലിയ ദൈവഭക്തനാണ്, ഞാൻ വലിയ ക്രിസ്ത്യാനിയാണെന്ന് നമ്മൾ ഞെളിഞ്ഞിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ കർത്താവെ അവിടുന്ന് എനിക്കായിട്ട് ആ ജീവൻ കർത്താവ് തന്നു, അവസാനത്തുള്ള രക്തവും എനിക്കായിട്ട് ഒഴുകി കളഞ്ഞു. കർത്താവെ അവിടത്തേക്ക് ഇപ്പം ജസ്റ്റ് സാക്ഷ്യം പറഞ്ഞതുപോലെ ആ ഒരു കർത്താവിന്റെ ജീവൻ ഇന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കർത്താവെ അവിടത്തേക്ക് ഒരു ശരീരമായിട്ട് കർത്താവിന് ഇന്ന് ഈ ഭൂമിയിൽ ഒരു ശരീരമില്ല, ആ ശരീരമായിട്ട് കർത്താവെ എന്റെ ശരീരത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് തന്റെ ശരീരത്തെ യാഗമായിട്ട് അർപ്പിച്ചത് എന്തിനാ വേണ്ടിയാ? കാൽവരി കുരിശില് കർത്താവ് തന്റെ ശരീരത്തെ നമുക്കായിട്ട് അങ്ങ് നുറുക്കി കർത്താവ് അതിനു മുമ്പായിട്ട് കർത്താവ് അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ കർത്താവ് ആലങ്കാരികമായിട്ട് വചന ജഡമായി തീർന്ന ആ ശരീരത്തിൽ നമുക്കായിട്ട് നുറുക്കി തരുമായിരുന്നു. കർത്താവിന് ഇന്ന് ആ ശരീരം ഇല്ല. കർത്താവിന് പുനരുദ്ധാന ശരീരത്തിൽ അന്ന് ആണിപ്പാട്ടുള്ള കരങ്ങളോട് കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തായിരിക്കുമ്പോൾ ഇന്ന് ഭൂമിയിൽ കർത്താവിന് ഒരു ശരീരം ഇല്ലെങ്കിൽ കർത്താവ് അവിടുത്തെ ആ സുഹൃത്തിനോട് നമ്മൾ പറയുക, ഞാൻ നിന്റെ കാലുകൾക്ക് പകരമായിരിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവെ എന്റെ ശരീരം കർത്താവെ അവിടത്തേക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാ. എനിക്ക് ജീവിക്കാൻ, എന്റെ ഇഷ്ടം ചെയ്യാനോ എന്റെ തോന്നിവാസം പറയാനോ ചിന്തിക്കാനോ എന്റേതായ രീതിയിൽ കാര്യങ്ങൾ കണക്കൂട്ടലോ കാര്യങ്ങളോ ചെയ്യാനല്ല കർത്താവെ, അവിടത്തേക്ക് ജീവിക്കാനായിട്ടാണ് ഞാൻ എന്റെ ശരീരത്തെ ഞാൻ വിട്ടുതരുന്നത്. കർത്താവെ എന്റെ ശരീരമാകട്ടെ, എന്റെ മനസ്സാകട്ടെ, എന്റെ ചിന്തകളാകട്ടെ, എന്റെ വികാരങ്ങളാവട്ടെ, എന്റെ തീരുമാനങ്ങളാവട്ടെ, എന്റെ ശരീരവും എന്റെ ദേഹിയും എന്റെ കണ്ണുകള് കർത്താവെ, എന്റെ നാവ്, എന്റെ കൈകാലുകളെല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളായിരിക്കും, ഇത് അവിടുത്തെ കാലുകളായിരിക്കും, അവിടുത്തെ നാവായിരിക്കും, അവിടുത്തെ കണ്ണുകളായിരിക്കും, അവിടുത്തെ മനസ്സായിരിക്കും. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പറയുന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോജിക്കലായിട്ടുള്ള യുക്തിപരമായ കാര്യം. അതാണ് നമ്മള് റോമർ 12:2 ബുദ്ധിയുള്ള ആരാധന എന്നുള്ള വാക്ക് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. റോമർ 12:1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ് ബുദ്ധിയുള്ള ആരാധന. അപ്പം പണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ഈ ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുന്നത്, ആ ബുദ്ധിയുള്ള എന്നുള്ളത് ഗ്രീക്കില് ലോജിക്കോസ് എന്നുള്ളൊരു വാക്കാണ്. ലോജിക്കോസ് എന്ന് പറഞ്ഞാൽ യുക്തിപരമായ റീസണബിൾ സർവീസ് ഓഫ് വർഷിപ്പ്. NKJV-യിലും KJV-യിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തത് റീസണബിൾ വെച്ചാൽ ദൈവം ഇത്രയും വലിയ യാഗം ചെയ്തു, അതിനായിട്ട് എനിക്ക് എന്ത് പകരം ചെയ്യാനൊക്കെ എനിക്ക് യുക്തിപരമായിട്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ഏറ്റവും കുറവ് ചെയ്യാൻ പറ്റുന്ന എന്റെ മിനിമം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനെ സമ്പൂർണ്ണമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ മിനിമം മാക്സിമം ഒന്നില്ല. അവിടെ ഒരു യുക്തിപരമായിട്ട് ഒരു കാര്യമേ ഉള്ളൂ, ഇതിനെ സമ്പൂർണ്ണമായിട്ട് കൊടുക്കുക. അല്ലാതെ കുറച്ച് എന്റെ ഒരു 40% കൊടുത്തേക്കാം, എന്റെ ഒരു 50% കൊടുത്തേക്കാം, എന്റെ ഒരു 10% കൊടുത്തേക്കാം എന്നുള്ളതല്ല. മറിച്ച് കർത്താവെ എന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് അവിടുത്തേതാണ് എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം. അപ്പൊ ആ കർത്താവ് നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടത് നമ്മളെ സമ്പൂർണ്ണമായിട്ട് വിടുവിക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളിപ്പം തിരിച്ച് യോഹന്നാൻ 18:12 കർത്താവ് നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ട കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ താഴോട്ട് അവിടെ ആ അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അവിടെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ബാക്കി സുവിശേഷങ്ങൾ നമ്മൾ അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം വായിക്കുന്നില്ല. എന്നാൽ യോഹന്നാൻ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്നാസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ കെട്ടപ്പെട്ടവനായിട്ട് കയ്യഫാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പൊ ആ സമയത്താണ് പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ കണ്ടു. പത്രോസിനെ ഏത് ഒരു തീക്കനലിന്റെ മുമ്പ് വെച്ച് പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞു, അതേപോലെ ഒരു തീക്കനൽ, അതേപോലെ ഒരു ചാർക്കോൾ ഫയർ കർത്താവ് അവിടെ യോഹന്നാൻ 21:9 പുനരുദ്ധാനത്തിനൊക്കെ ശേഷം ആ ഒരു കൽക്കരി കൊണ്ടുള്ള ഒരു അഗ്നിയൊക്കെ ഉണ്ടാക്കി 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിന് 3 തവണ കർത്താവിനെ ഏറ്റു പറയാനായിട്ടുള്ള അവസരം കൊടുത്ത ആ ഒരു സ്നേഹനിധിയായ കർത്താവ്, തേടി വന്ന ഇടയൻ, ആ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തില്. അതുപോലെ നമുക്ക് കർത്താവിനായിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് അങ്ങ് സമർപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ 28-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തി. യോഹന്നാൻ 18:28 പുലർച്ചയ്ക്ക്
പുലർച്ചയ്ക്ക് അവർ യേശുവിനെ കയ്യഫാവിന്റെ അടുക്കിൽ നിന്ന് ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി. തങ്ങൾ അശുദ്ധമാകാതെ പെസഹ കഴിക്കുവാൻ തക്കവണ്ണം ആസ്ഥാനത്തിൽ കടന്നില്ല. അപ്പം അവര് ഇത് കേട്ടത് ഇവര് ഏതാണ്ട് വലിയ വിശുദ്ധന്മാരാണ്. ഇവരാണ് ഏറ്റവും വലിയ പാപികള്. എന്താ ദൈവമനുഷ്യനായിട്ട് വന്ന യേശു കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി യേശുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനായിട്ട് പിശാചിന്റെ ആൾരൂപങ്ങളായിട്ട് അതുപോലെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന അസൂയാലുക്കളായിട്ടുള്ള ആ ഒരു മതഭ്രാന്ത് പിടിച്ച മതഭക്തരായിട്ടുള്ള കാപട്യക്കാരായിട്ടുള്ള ആ ഒരു പരീശന്മാര് അവർക്ക് പക്ഷെ അവർക്ക് ആചാരപ്രകാരം ഒരു ജാതീയനായിട്ടുള്ള പിലാത്തോസ് ആണ് അവിടെ യഹൂദിയ പ്രദേശത്തെ ഗവർണർ. പിലാത്തോസ് യഹൂദിയുടെ ഗവർണർ ആയിരുന്നപ്പോൾ എന്നൊക്കെ ലൂക്കോസ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനിലേക്ക് ദൈവത്തിന്റെ വചനം വന്ന ആ ഒരു കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഹെറോദ് ഗലീലിയിലും നമ്മൾ അവിടെ ലൂക്കോസിന്റെ 3 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ അവിടെ വലിയ വലിയ വി ഐ പീസിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യത്തെ 2 വാക്യങ്ങളിൽ. എന്നാൽ ഒരു കൊച്ചു യോഹന്നാൻ സ്നാപകൻ കുറിച്ചാണ് 2ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വലിയ വലിയ വി ഐ പീസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് ദൈവം ആരിലേക്ക് വചനം കൊണ്ടുവന്നേ? വചനം ഈ യോഹന്നാൻ സ്നാപകനിലേക്ക് വന്നു എന്നുള്ള കാര്യം വായിക്കുമ്പോൾ അവിടെ ആ ഒരു ചരിത്രപരമായ ഒരു കാര്യം ലൂക്കോസ് ഡോക്ടറായ ലൂക്ക് അത് എഴുതുമ്പോൾ ചരിത്രപരമായിട്ടുള്ള ഒരു ആക്യുറസി ഒക്കെ പറഞ്ഞുകൊണ്ട് ഏത് സമയത്താണ് ഇത് നടക്കുന്നതെന്നുള്ള കാര്യം പറയുക. ഈ യോഹന്നാൻ സ്നാപകന്റെ ഈ പ്രസംഗം നടക്കുന്ന സമയത്തെ കുറിച്ച് ലൂക്കോസ് 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ, അപ്പൊ ടൈബീരിയസ് സീസർ ആയിരുന്നു അവിടെ റോമൻ ചക്രവർത്തിയായിട്ട് വാണിരുന്ന സമയത്ത്. അപ്പൊ ആ ടൈബീരിയസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പോന്തിയോസ് പിലാത്തോസ്, ആ പിലാത്തോസിനെ നമുക്ക് കാണാൻ പോകുന്നത്. പോന്തിയോസ് പിലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ, ഈ യഹൂദിയിലാണ് യെരുസലേം ഉള്ളത്. യെരുസലേമിൽ അവർ പിടിക്കപ്പെട്ടത്. അപ്പൊ റോമൻ ഗവൺമെന്റിനെ ക്രൂശിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് പിലാത്തോസിനാണ് അത് ഓർഡർ ചെയ്യാനുള്ള ഒരു അധികാരമുള്ളത്. അപ്പൊ പോന്തിയോസ് പിലാത്തോസിന്റെ അടുത്തിലേക്ക് അപ്പൊ അദ്ദേഹം യഹൂദിയ നാട് വാഴുന്ന സമയമാണ്. അതാ പോന്തിയോസ് പൈലറ്റ് വാസ് ഗവർണർ ഓഫ് ജൂഡിയ എന്ന ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഹെറോഡ് വാസ് ദി ടെട്രാർക്ക് ഓഫ് ഗലീലി, അതാണ് നമ്മൾ വായിക്കുന്നത്. ഹെരോദാവ് ഗലീലിയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാന്യസ് അബിലേനിയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും. ഹന്നാവും കയ്യഫാവും, ഹന്നാവായിരുന്നു ആദ്യം മഹാപുരോഹിതൻ, പിന്നെ അവന്റെ കയ്യിൽ നിന്ന് അധികാരമൊക്കെ പോയി. പിന്നെ മരുമകൻ കയ്യഫാവിനെ മഹാപുരോഹിതനാക്കി. അങ്ങനെ മഹാപുരോഹിതന്മാരും ഇരിക്കും കാലം സെഖര്യാവിന്റെ മകനായ യോഹന്നാനെ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന് അരുളപ്പാടുണ്ടായി. ഇങ്ങനെയുള്ള വലിയ വലിയ VVIPs എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം എങ്ങോട്ടാ വന്നതെന്ന് വെച്ചാൽ ഈ യോഹന്നാൻ സ്നാപകനിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പം അത് ആ പിലാത്തോസിന് റോമൻ ഗവർണറിന്റെ ആ പ്രിട്ടോറിയം അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരം ത്തിലേക്ക് ഇവർ വരിക. പക്ഷെ അപ്പൊ ആ പ്രിട്ടോറിയത്തിലോട്ട് ഇവർ കടക്കാൻ പോലും തുനിയുന്നില്ല. അശുദ്ധമായി പോകും, ഞങ്ങളെ അശുദ്ധമായി പോകും എന്നുള്ള ആ ഒരു അപഹാസ്യകരമായിട്ടുള്ള അവരുടെ ആ ഒരു ചിന്ത. എന്നുവെച്ചാൽ അവര് ഏറ്റവും അശുദ്ധിയിലാണ് ഉള്ളത്. എന്നാൽ പുറമേയുള്ള ആ ഒരു ആന്തരികമായിട്ട് അവരെത്രമാത്രം വെള്ളയടിക്കപ്പെട്ട കുഴിമാടങ്ങളാണെന്ന് അറിയാതെ പുറമേയുള്ള പുറമേ വെള്ളയും മീശയും താടിയൊക്കെ വടിച്ച് വെള്ളയും എടുത്തുള്ളൂ. അല്ലെങ്കിൽ അതുപോലുള്ള ചില ആചാരങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില പുറമേയുള്ള ചില കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളിലും ഒക്കെയാണ് പലർക്കും ഇന്ന് വിശുദ്ധി എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്നത്. ഇപ്പൊ അകമയാണെങ്കിൽ കടിച്ചു കയറുന്ന ചെന്നായിക്കള് വീട്ടിലെ ഭാര്യയോട് അടിയിടുന്നു, പിന്നെ മരുമക്കളും ഭർത്താവും എല്ലാവരും കൂടെ ഇടിയും തൊഴിയും ഒക്കെയാണ്. പക്ഷെ ഭയങ്കര സഭയിൽ വരുമ്പം അന്യഭാഷയില് ദൈവത്തെ സ്തുതിക്കുന്നു പറയുന്നത്, എന്നാൽ വീട്ടിൽ ചെന്ന് മാതൃഭാഷയിൽ തെറി വിളിക്കുന്നു. അതുപോലെ സ്പീക്ക് ഇൻ അതർ ടങ്സ് ഇൻ ദ സൺഡേ മീറ്റിംഗ്സ് ആൻഡ് യൂസ് അബ്യൂസീവ് വേർഡ്സ് ഇൻ ദ മദർ ടങ്സ് ഇൻ ദ സൺഡേ ആഫ്റ്റർനൂൺസ് ആൻഡ് പറയുന്നതൊക്കെ. അതുപോലൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള വിശുദ്ധിയുടെ ഉള്ള പുറം വേഷങ്ങളില് ഭയങ്കര ഞങ്ങള് ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഞങ്ങളിങ്ങനെ അതുപോലെ ഇത്ര തവണ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ സ്വതന്ത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കത്തുള്ളൂ, ഞങ്ങളിങ്ങനെ ഭർത്താവിന്റെ മഹത്വം ആയിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള അതുതരത്തിലുള്ള പല ഭാഷാ ശൈലികൾ അവർ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്നുള്ള വിറയലും കാര്യങ്ങളും ഒക്കെ വരും. എന്നുവെച്ചാൽ അങ്ങനെയൊക്കെയുള്ള പുറമേയുള്ള ഓരോ കാട്ടിക്കൂട്ടലുകളിലാണ് ഇന്ന് ക്രിസ്ത്യ ലോകത്ത് അത് കഴിഞ്ഞിട്ട് പറയും ഞങ്ങളുടെ ചർച്ച് പണിയാൻ വേണ്ടി 8 കോടി വേണം,
ആ പണം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം, ഞാൻ 1 രൂപ കൊടുക്കും, നിങ്ങൾ 1 മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന വലിയൊരു ദേവദാസൻ എന്ന് ആൾക്കാർ പറയുന്ന ഒരാള് യുനോ ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം കർത്താവിന്റെ ജാതികള് പരിഹസിച്ച് ചിരിക്കുന്ന തരത്തിലുള്ള ഓരോ കോപ്രായങ്ങളും അത് കഴിഞ്ഞിട്ട് ഭയങ്കര വിശുദ്ധനായ അപ്പോസ്തലൻ എന്നുള്ള പല പേരുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ബാബിലോണിന്റെ ആൾരൂപങ്ങളാ കർത്താവിന്റെ പേര് എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് കർത്താവിന്റെ നാമം അപമാനിക്കാനായിട്ട്. എന്നാൽ അതുപോലുള്ള ആ ഒരു കാര്യമാണ് കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോവുക എന്നാ എന്താ പറയുന്നത്, അയ്യോ ഞങ്ങൾ അശുദ്ധമാവരുത്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പുറമെ നിന്നോളാം. അതുകൊണ്ട് പിന്നെന്ത് പിലാത്തോസ് എന്ത് ചെയ്തു? 29-ാമത്തെ വാക്യം, പിലാത്തോസ് അവരുടെ അടുക്കൽ പുറത്തു വന്നു. ഇവരെ അങ്ങോട്ട് വരുന്നില്ല, ഇവര് ഭയങ്കര വിശുദ്ധന്മാരായതുകൊണ്ട് പിലാത്തോസ് പുറത്തു വന്നു. ഞാനല്ലേ കൊച്ചാള്, ഞാനല്ലേ ഗവർണറെ. അപ്പൊ അതുകൊണ്ട് പിലാത്തോസ് അങ്ങ് പുറത്തു വന്നു. ഈ മനുഷ്യന്റെ നേരെ എന്ത് കുറ്റം ബോധിപ്പിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം അവര് എന്തോ ഒരു ഇങ്ങനെ വലിയ ഉരുളക്ക് ഉപ്പേരുമാതിരി പറയാം, കുറ്റക്കാരനല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുകയില്ലായിരുന്നല്ലോ എന്ന് അവർ അവനോട് ഉത്തരം പറഞ്ഞു. കുറ്റക്കാരനായോണ്ടല്ലേ ഞങ്ങൾ കൊണ്ടുവന്നേ, അപ്പൊ എന്ത് കുറ്റമെന്ന് ഇപ്പൊ എന്തോ ചോദിക്കുന്നേ? ഇപ്പൊ കുറ്റക്കാരൻ തന്നെ, അവരങ്ങ് തീർപ്പ് ഏൽപ്പിക്കുക. 31-ാമത്തെ വാക്യം, പിലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം വിധിക്കൂ, നിങ്ങൾ വലിയ യഹൂദന്മാരും നിങ്ങൾക്ക് ന്യായപ്രമാണമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അത് പ്രകാരം വിധിച്ചു, എന്നെ എന്തോത്തിന് അതിനകത്ത് കരുവാക്കുന്നേ എന്ന് പറഞ്ഞതിന് യഹൂദന്മാർ അവനോട്, മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലാനൊക്കെ ദൈവദൂഷണം പറയുന്നവനെ ദൈവദൂഷണം പറയുന്നവനെ നമ്മൾ ലേവ്യർ 24-16 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ ന്യായപ്രമാണ പുസ്തകത്തില് മരണശിക്ഷയ്ക്കുള്ള വകുപ്പൊക്കെ ഉണ്ട്. എന്നാൽ ഇവർക്ക് ഏറ്റവും നിന്ദ്യമായിട്ട് പരസ്യമായിട്ട് കർത്താവിനെ വ്യവസ്ഥനായിട്ട് ക്രൂശിക്കണം. അതുകൊണ്ട് ഏറ്റവും അധികം അപമാനിച്ച് ഇത് ചെയ്യണം. അതുകൊണ്ട് അവര് പറയുക, ലേവ്യ പുസ്തകം 24-16 വാക്യം നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ എന്താ നമ്മൾ കാണുന്നത്? 24 മോറോവർ വൺ ഹു ബ്ലാസ്ഫീംസ്, എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് 16, യഹോവയുടെ നാമം ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, സഭയൊക്കെയും അവനെ കല്ലെറിയണം. അപ്പൊ പരദേശിയാകട്ടെ സ്വദേശിയാകട്ടെ തിരുനാമത്തെ ദുഷിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. കർത്താവിന്റെ നേരെ ഇവര് പറയുന്നത്, തിരുനാമത്തെ ദുഷിച്ചു, ഇവൻ ദൈവമാണെന്ന് പറഞ്ഞു, ഇവന് കൈസറിനെതിരെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ന്യായപ്രമാണം പ്രകാരം ചെയ്യുവാണെങ്കിൽ എന്താ, കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇവര് യഹൂദന്മാരിത് ചെയ്തു എന്നാവുമല്ലോ. അപ്പം പിന്നെ ജനമെല്ലാം ഈ കർത്താവിന്റെ നന്മ അനുഭവിച്ച ആയിരക്കണക്കിന് ജനമുണ്ട്, അവരെല്ലാം കൂടി ഇവരെ ചിലപ്പോൾ കുട്ടിച്ചോറാക്കും അല്ലെങ്കിൽ പഞ്ഞിക്കിടും എന്നുള്ളൊരു പേടിയുണ്ട്. ഇവര് റോമൻ പട്ടാളത്തെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയും ചെയ്യണം. റോമൻ പട്ടാളത്തിന്റെ ഏറ്റവും നീചമായിട്ടുള്ള ചരിത്രത്തില്, മനുഷ്യ ചരിത്രത്തിലെ ഒരുപക്ഷെ ഏറ്റവും 24-16 ലേവ്യർ 24-16 നമ്മൾ വായിച്ച യഹോവയുടെ നാമം ദുഷിക്കുന്നുണ്ട്, ഹു ബ്ലാസ്ഫീംസ് ദ നെയിം ഓഫ് ദ ലോർഡ്. ആ ദൈവദൂഷണം പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു കഠിന പാപമായിട്ട് ന്യായപ്രമാണത്തിലുണ്ട്. അപ്പൊ അത്രമാത്രം ആ കഠോരമായ പാപമായിട്ട് ഉള്ള ആ ഒരു കാര്യം പറയുന്നവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. 24-16 വാക്യേ, ലേവ്യർ 24-16. അപ്പൊ അങ്ങനെ ഉള്ള ആ വലിയൊരു വലിയ ഏറ്റവും മനുഷ്യ ചരിത്രത്തിൽ വെച്ച് ഏറ്റവും നീചമായിട്ടുള്ള ആ ക്രൂശ് മരണം, അത് ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യനെ അവന്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞ് നഗരമധ്യത്തില് ഉയരത്തില് എല്ലാവരും കാണുകയെ പരിഹസിച്ചുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കുറെ അടികളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരാൾക്ക് ശ്വാസം വിടണമെങ്കിൽ തന്നെ, ഒരാൾ ക്രൂശിക്കപ്പെട്ട ശ്വാസം വിടണമെങ്കിൽ തന്നെ ഇങ്ങി വലിച്ചു വേണം ശ്വാസം വിടണമെങ്കിൽ. അത് 2 കൈയും 2 കാലും ഒക്കെ അണിയടിച്ച് അതുപോലെ ഏറ്റവും മുറുകി ഇപ്പം പെട്ടെന്ന് ഒന്ന് വാളുകൊണ്ട് കുത്തി കൊല്ലുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമ്മള് ഗൺഷോട്ട് ഇഞ്ചുറി വെടിവെച്ച് കൊല്ലുവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് മരിക്കും. പക്ഷെ ക്രൂസിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന, അതുപോലെ ഒരു രക്തം മാർന്നൊഴുകി ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും മരിക്കാത്തപ്പോ അവരുടെ കാലുകൾ ഒടിച്ച് വേണം അന്നത്തെ ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളെയൊക്കെ കൊല്ലാൻ. കാലുകൾ ഒടിക്കുമ്പോൾ പിന്നെ അവർക്ക് ശ്വാസം എടുത്ത് വരിഞ്ഞ് ശ്വാസം വിടാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെ അവര് ശ്വാസം കിട്ടാതൊക്കെ അങ്ങ് മരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഏറ്റവും നീചമായിട്ടുള്ള കുറ്റവാളികൾക്ക് കൊടുക്കുന്ന റോമൻ പട്ടാളത്തിന്റെ ഒരു സാധാന്യമായ ഒരു പണിഷ്മെന്റ് പോലെയുള്ള മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാനാകാത്ത തരത്തിലുള്ള ഏറ്റവും നിന്ദ്യമായിട്ടുള്ള ഒരു ശിക്ഷയാ ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ക്രൂശ് മരണം തന്നെ ഇവന് കൊടുക്കണം. അതാ ക്രൂസിഫൈ എന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ എല്ലാം കൂടെ കിടന്ന് ബഹളം വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ താഴോട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇവരൊരു ന്യായപ്രമാണ പ്രകാരം ഞങ്ങൾക്ക് മരണശിക്ഷയ്ക്കുള്ള അധികാരം ഞങ്ങൾക്ക് ഇല്ലല്ലോ
എന്നുള്ള വല്യവായിലൊക്കെ പറഞ്ഞ വല്യവായിലെ ആ കാര്യങ്ങളൊക്കെ വചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ടൊക്കെ അവർ പറയുന്നത് നമ്മളവിടെ 31-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്നാ അതെല്ലാം എന്താ, ഇത് ഈ സാത്താനാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തിയാണെന്നുള്ള കാര്യമാണ് നമ്മൾ അവന്റെ തൊട്ടടുത്ത വാക്യത്തിൽ 32-ാമത്തെ വാക്യത്തിൽ യേശു താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. കർത്താവ് തന്നെ ആദ്യമായിട്ട് ആ മരണവിധം സൂചിപ്പിക്കുന്ന മത്തായി 16-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പത്രോസ് ഇവൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരോട് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്, നിങ്ങൾ എന്താ പറയുന്നത് എന്നൊക്കെ മത്തായി 16-ാം അധ്യായത്തിൽ ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് നീ ജീവനുള്ള ദൈവത്തിന്റെ അഭിഷിക്തനാണ്, മെസ്സിഹയാണെന്നൊക്കെ. മത്തായി 16-ാമത്തെ വാക്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു എന്നൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പത്രോസ് പറഞ്ഞ ആ വെളിപ്പാടാകുന്ന പാറയിന്മേൽ, പത്രോസിന്റെ മേലല്ല, പത്രോസ് ഒരു പാറ കഷ്ണമാണ്. പത്രോസ് പറഞ്ഞ ആ വെളിപ്പാടാകുന്ന വലിയ യുഗങ്ങളുടെ ആ പാറമേലാണ് ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തു, നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തപ്പെട്ട ആ ക്രിസ്തുവിന്റെ മേല് ആണ് ആ സഭ തന്റെ സഭയെ പണിയുന്നുള്ള കർത്താവ് ആ കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് 21-ാമത്തെ വാക്യത്തിൽ ആദ്യമായിട്ട് ആ സമയം മുതലാണ് കർത്താവ് ആദ്യമായിട്ട് ഈ സഭയുടെ കാര്യം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് തന്നെ അനുഗമിക്കുന്നവൻ ക്രൂശ് എടുത്ത് അനുഗമിക്കണമെന്ന് പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴെ അതിന്റെ അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ 24-ാമത്തെ വാക്യത്തിലേക്ക് ക്രൂശ് എടുത്ത് അനുഗമിക്കണം എന്ന് പറയുന്നത്. എന്നാൽ താൻ ക്രൂശിക്കപ്പെടാൻ പോവുക എന്നുള്ള കാര്യം കർത്താവ് ആ സമയം മുതൽ, ഫ്രം ദാറ്റ് ടൈം, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്ന് പറഞ്ഞാൽ സ്ക്രൈബ്സ്, വചനം എല്ലാം അരശയിലാക്കി പഠിച്ച ആൾക്കാര്, മഹാപുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ചീഫ് പ്രീസ്റ്റ്, അവിടെ ചീഫ് പ്രീസ്റ്റ് എന്ന് പറഞ്ഞാല് ആ ലേവ്യ പുരോഹിതന്മാര്, അതിലും ഏറ്റവും കൂടിയതാണ് മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഹന്നാവും കയ്യഫാവും ഒക്കെ ആ അധികാരം കൈയാളിയിരുന്ന് അതിന്റെ തന്നെ അവിടുത്തെ മൂപ്പന്മാരായിട്ടുള്ളവര്, അവരെല്ലാം മഹാപുരോഹിതൻ, ശാസ്ത്രന്മാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പം കർത്താവ് ഇങ്ങനെ സഹിച്ച് താൻ കൊല്ലപ്പെടേണ്ട, സഫർ മെനി തിങ്സ് ആൻഡ് ബി കിൽഡ് എന്നുള്ളൊരു കാര്യം കർത്താവിടെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോഴാ പത്രോസ് അയ്യോ നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കില്ലെന്ന് പറയുമ്പോൾ സാത്താനെ വിട്ടു പോകുന്നൊക്കെ പറഞ്ഞ് നല്ല ഡോസ് പത്രോസിന് കൊടുക്കുന്ന കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പിന്നെയും കർത്താവ് താൻ മരിക്കുന്ന വിധത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം 20-ാം അധ്യായത്തില്, മത്തായി 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില്, മത്തായി 20-ാം അധ്യായത്തില് അതിന്റെ 19-ാമത്തെ വാക്യത്തില് അവിടെ ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം തന്നെ കർത്താവ് അവിടെ പറയുക. 19-ാമത് കർത്താവ് തന്റെ മരണത്തെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു കാര്യം. അന്ന് 20-ാമത്തെ വാക്യം, അന്ന് സബരിപുത്രന്മാരുടെ അമ്മ പുത്രന്മാര് മലയാളി എന്തോ മലയാളത്തിൽ 19, മലയാളത്തിൽ 19, അത് ഇംഗ്ലീഷിന് 19 തന്നെയാട്ടോ, സോറി. 20-ന്റെ 19-ാമത്തെ വാക്യം, അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും, ആ ക്രൂശുമരണം റോമൻ ഗവൺമെന്റിന്റെ ഏറ്റവും നീചമായിട്ടുള്ള ആ ക്രൂശുമരണം ക്രൂശിക്കുവാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും, ജാതികൾക്ക് റോമൻ പട്ടാളത്തിന് ഏൽപ്പിക്കും, എന്നാ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ അവിടെ 17-ാമത്തെ ഭാഗത്ത് തന്നെ യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, യെരുശലേമിലേക്ക് പോവുക, ഈ യെരുശലേമിൽ വെച്ച് വേണം താൻ ക്രൂശിക്കപ്പെടാൻ. 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി വഴി വിളിച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അതാണ് നമ്മളിപ്പം കണ്ട, മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രന്മാർക്കും ഇപ്പം ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് ഏൽപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. പിലാത്തോസ് അങ്ങനെ കർത്താവിനെ അടിക്കാനായിട്ട് പട്ടാളത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുക നമ്മൾ വായിക്കുന്നുണ്ട് പട്ടാളക്കാർക്ക്. എന്നാൽ 3-ാം നാൾ അവന് ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ കർത്താവ് പറഞ്ഞ ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഈ കാര്യങ്ങൾ വരുന്നതെന്നുള്ളൊരു അതാണ് ഇൻട്രസ്റ്റിംഗ്, കൗതുകരമായിട്ടുള്ള കാര്യം. അതായത് സാത്താന്റെ വലിയ ഇൻട്രസ്റ്റിലാണ് ഇവരെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സാത്താനാണ് കരുക്കൾ നീക്കുന്നത് കർത്താവിനെ കൊല്ലാനായിട്ട്. ആ അസൂയ കൊണ്ട് ഇവരെ എങ്ങനെ സാത്താന് യൂദാസിന്റെ ഉള്ളിൽ പ്രവേശിച്ച് അവൻ നൂറ്റി കൊടുക്കാൻ പോകുന്ന കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായത്തിലൊക്കെ കണ്ടു. സാത്താൻ യുദാസിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് സാത്താൻ എല്ലാ കാര്യങ്ങളും നീക്കുന്നു. എന്നാ ഇതെല്ലാം ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരമാണെന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. മത്തായി ഇപ്പൊ 20-ന്റെ 19 നമ്മൾ കണ്ടു. പിന്നെ 26-ന്റെ 2-ാമത്തെ വാക്യം നോക്കുകയാണെങ്കിലും അവിടെയും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായി 26-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും കർത്താവ് എന്താ
ഇതേ കാര്യം തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹ ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അന്ന് മനുഷ്യപുത്രനെ ക്രൂശിക്കുവാൻ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ പെസഹ നാളില് പെസഹ കുഞ്ഞാടായിട്ട് കർത്താവ് അറക്കപ്പെടും എന്നുള്ളൊരു കാര്യം, ക്രൂശിക്കുവാൻ ഏൽപ്പിക്കും എന്നുള്ളൊരു കാര്യം കർത്താവ് അവിടെ കർത്താവ് അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ പ്രവചിക്കുന്നതായിട്ടുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ യോഹന്നാൻ 3-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തില് നിക്കോദെമോസിനോട് പറയുന്നുണ്ട് എങ്ങനെയാ കർത്താവ് ഉയർത്തപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം. അത് തന്റെ മരണത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം അവിടെ യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ 3:14 അതിന്റെ തൊട്ട് മുമ്പേ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ ഒരു മരുഭൂമിയില് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തേണ്ടതാകുന്നു എന്നുള്ളൊരു കാര്യം തന്റെ മരണത്തെക്കുറിച്ച് കർത്താവ് അവിടെ പ്രവചിക്കുന്ന ഒരു കാര്യം, അവിടെ കാൽവരി മലമയില് കർത്താവ് അവിടെ ഉയർത്തപ്പെടുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. പിന്നെ ഇത് യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, യോഹന്നാൻ 8:28 കർത്താവ് എന്താ പറയുന്നേ, അവിടെയും തന്നെ മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനം നമ്മുടെ വചനത്തിലുടനീളം പല വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അതാ യോഹന്നാൻ 8:28, റോമർ 8:28 നമുക്കറിയാം. ഇവിടെ യോഹന്നാൻ 8:28 ആകയാൽ യേശു പറയുക, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവൻ, അതായത് ഞാനാകുന്നു, ഞാൻ തന്നെ അവൻ എന്നുള്ള ശരിക്കും ഞാനാകുന്നു എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഞാനാകുന്നു എന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. കർത്താവിനെ ഉയർത്തുന്ന കാര്യം ആണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മള് ഇവിടെ നമ്മൾ യോഹന്നാൻ 8:28 കണ്ടു. പിന്നെ യോഹന്നാൻ 12:32 ഇതേപോലെ ഒരു വാക്യം പറഞ്ഞിട്ട് കർത്താവ് തന്നെ മരണവിധത്തെ കുറിച്ച് പറയുന്നതെന്ന് അവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ 12:32 വാക്യം, അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? യോഹന്നാൻ 12:32 ഞാനും ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും എന്ന് പറഞ്ഞു. അത് എങ്ങനെയാ ഉയർത്തപ്പെടുന്നത്? ഇത് 33-ാമത്തെ വാക്യം, ഇത് താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞത് അത്രേ. മരണവിധം എങ്ങനെയാ? ഉയർത്തപ്പെട്ട്, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ട് വേണം തന്നെ. ഇപ്പം ഇവര് ദൈവദൂഷണം പറഞ്ഞ് കല്ലെറിഞ്ഞു കൊന്ന കർത്താവ് പറഞ്ഞ ഈ പ്രവചനം നിവൃത്തിയാവത്തില്ല. അത് മാത്രമല്ല, മരത്തിൽ തൂങ്ങുന്നവൻ ഏതുവനെ ശപിക്കപ്പെട്ടവൻ എന്നാണ് ആവർത്തന പുസ്തകത്തിലുള്ളത്. എന്നാൽ കർത്താവ് അതുകൊണ്ട് ഒരു മരക്കുരിശിൽ തന്നെ തൂങ്ങി മരിക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് വേണ്ടി ശാപമായി തീരാൻ വേണ്ടി, നാം അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള പല പല പ്രവചനങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കർത്താവിന്റെ. പിന്നെ യെശയ്യാവ് 53-ാം അധ്യായത്തിലെ ആ ഒരു ക്രൂശമരണത്തിന്റെ ആ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെയും, വേദനയെ കുറിച്ചൊക്കെ അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. അതെ. അപ്പൊ യോഹന്നാൻ 12:32-33 നമ്മൾ വായിച്ചപ്പോ അങ്ങനെ കർത്താവ് പറഞ്ഞ അത് നമ്മൾ തിരിച്ച് യോഹന്നാൻ 18-ാം അധ്യായത്തിന്റെ 32 വരുമ്പോൾ യേശു താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച വാക്കിന് ഇതിനാൽ നിവർത്തി വന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ന്യായപ്രമാണ പ്രകാരം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിനക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുക, നീയാ ചെയ്യണ്ടേ. 33-ാമത്തെ വാക്യം, പിലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അത് അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മള് ബാക്കിയുള്ള സുവിശേഷങ്ങളിൽ അത് വായിക്കുന്നുണ്ട്. ഇവൻ അങ്ങനെയൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവന് നമ്മളിപ്പം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ, ലൂക്കോസ് അതിന്റെ 23-ാമത്തെ അധ്യായത്തില് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 23 നമുക്കൊരു വിരലുണ്ട്. ഇത് രാത്രിയിൽ ഇവർ അർദ്ധരാത്രി എത്ര മീറ്റിംഗ് കഴിഞ്ഞിട്ടാ പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 2 മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ്. ആദ്യം അവര് അർദ്ധരാത്രി ഒന്ന് കൂടി, പിന്നെ പുലർച്ചയ്ക്ക് ഒന്നുകൂടെ കൂടി. അത് നമ്മൾ കാണുന്ന ഇവിടെ ലൂക്കോസ് 23 നമുക്കൊരു വിരൽ വെച്ചുകൊണ്ട് തന്നെ മത്തായി 27 ഒന്ന് നോക്കുകയാണെങ്കിൽ, മത്തായി 27-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. മത്തായി 27-ന്റെ 1-ാമത്തെ വാക്യത്തില് പുലർച്ചയ്ക്ക് മഹാപ്രഭുന്മാരും ജനത്തിന് മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു. അപ്പം രാത്രിയില് ഇതെല്ലാം ക്രോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ 26-ാം അധ്യായത്തിന് അവസാനമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുലർച്ചയ്ക്ക് വീണ്ടും അവർ വീണ്ടും കൂടിയതിനു ശേഷമാണ് കൂടി വിചാരിച്ചിട്ട് അവനെ ബന്ധിച്ച് അവനെ വീണ്ടും ഒന്നുകൂടെ കെട്ടൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്ത് കൊണ്ടുപോയി നാടുപഴയ പിലാത്തോസിനെ ഏൽപ്പിച്ച കാര്യം നമ്മളവിടെ വായിക്കുന്നത്. അപ്പൊ തിരിച്ച് നമ്മൾ ലൂക്കോസ് 23-ലേക്ക് വരുമ്പോൾ ആ പിലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയ കാര്യം നമ്മൾ ഈ ലൂക്കോസ് 23-ന്റെ 1 വായിക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങള് രാത്രിയിൽ തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കർത്താവിനെ ക്രൂസിൽ ഏറ്റണം. ആൾക്കാരെല്ലാം അറിഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ കർത്താവിന് ക്രൂസിൽ ഏറണം. അതിനുവേണ്ടി അവര് കച്ചകെട്ട് തിരിച്ച് അവര് യഹൂദന്മാര് സാധാരണ ഇതുപോലുള്ള വിധികളൊക്കെ അവര് പകൽ സമയത്ത് മാത്രമേ നടത്തത്തുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള യഹൂദത്തിന്റെ അവരുടെ വിധങ്ങളെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും കർത്താവിനെ
ഇല്ലാതാക്കാൻ വേണ്ടി അവരുടെ അസൂയ മൂത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ അതാണ് നമ്മൾ ലൂക്കോസ് 23 ഒന്നാമത്തെ വാക്യം, അനന്തരം അവർ എല്ലാവരും കൂട്ടമായി എഴുന്നേറ്റ് അവനെ പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി, ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായിട്ട്, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്, അതെല്ലാം നേരെ തിരിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ പറയുക. ഇന്ന് രാജാവെന്ന് പറഞ്ഞ് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. ഇപ്പൊ പിലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് പിലാത്തോസ് എന്ന യോഹന്നാനില് ഇവര് പറഞ്ഞ അലിഗേഷൻ അങ്ങ് വ്യക്തമായിട്ട് നമ്മളവിടെ വായിക്കുന്നില്ല. എന്നാൽ ലൂക്കോസ് നമ്മളിപ്പോ അത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് യോഹന്നാൻ 18 തന്നെ നമുക്ക് വരാം. യോഹന്നാൻ 18 അധ്യായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോ അവിടെ നീ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് കർത്താവിനോട് ചോദിക്കും. ആർ യു ദ കിങ് ഓഫ് ദി ജ്യൂസ്? ഇവർ പറയുന്നവണൊക്കെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോ 34 വാക്യത്തില് അതിന് ഉത്തരമായ യേശു, ഇത് നീ സ്വയമായിട്ട് പറയുന്നത്, മറ്റുള്ളവർ എന്നെ കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. കർത്താവ് എത്ര ഡിഗ്നിറ്റിയോടുകൂടി, എത്ര മാന്യതയോടുകൂടി, ഒരു കുറ്റവാളിയെ പോലെ അയ്യോ എന്നോട് കാരണം തോന്നണേ എന്നൊന്നും പറഞ്ഞു നിൽക്കുകയല്ലേ, മറിച്ച് ഇവൻ എന്റെ താഴെ 19 അധ്യായത്തിന് 11 വാക്യവും വളരെ നമ്മൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വാക്യം. കർത്താവ് വളരെ ആ ഒരു മാന്യതയോടെ പറയുന്ന ഒരു, മേലിൽ നിന്ന്, ഈവൻ യോഹന്നാൻ 19:11, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേലെ നിനക്ക് ഒരു അധികാരം ഉണ്ടാകുകയില്ലായിരുന്നു, അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചതിന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അൺലെസ് യു നോട്ട് ഹാവ് നോ അതോറിറ്റി ഓവർ മീ അൺലെസ് ഇറ്റ് ഹാസ് ബീൻ ഗിവൺ യു ഫ്രം അബവ്. മേലിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ നിനക്ക് എന്റെ മേലെ യാതൊരു അധികാരവും ഇല്ല എന്ന് കർത്താവ്. ഇപ്പൊ നമുക്കെതിരായിട്ട് പല ആൾക്കാരും, അധികാരത്തിലുള്ള ആൾക്കാർ പലതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ദൈവം അറിയാതെ അനുവദിക്കാനൊന്നും സംഭവിക്കത്തില്ല. ഇപ്പം ടീച്ചർ നമ്മളെ വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ബോസ് നമ്മളെ ചാടിക്കുന്നു, അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള ചില ഭരണാധികാരികള് നമുക്ക് അതുപോലൊക്കെയുള്ള അധികാരത്തിലിരിക്കുന്നവര് ഗവൺമെന്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവര് നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ വഴക്ക് പറയുകയോ അത് ചെയ്യുമ്പോൾ ദൈവം അറിയാതെ അനുവദിക്കാതെ ഇവർക്കാർക്ക് നമ്മുടെ മേലെ യാതൊരു അധികാരവും ഇല്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പൊ ആ ഒരു കാര്യം ഇപ്പം കർത്താവ് ചോദിക്കും. നമ്മൾ തിരിച്ച് യോഹന്നാൻ 18:34 നോക്കുമ്പോൾ അതിന് ഉത്തരമായി യേശു എന്താ പറഞ്ഞു, ഇത് നീ സ്വയമായിട്ട് പറയുന്നതാണോ, അവര് പറഞ്ഞത് കേട്ട് നീ ചോദിക്കുമല്ലേ എന്നുള്ള കാര്യം ചോദിക്കും. അപ്പം പിലാത്തോസ് പറയുക, ഞാൻ യഹൂദനൊന്നും അല്ല. പിലാത്തോസ് അതിന് ഉത്തരമായി, ഞാൻ യഹൂദനോ? എനിക്ക് യഹൂദന്മാരുടെ രാജാവ് ആണോ എന്നൊക്കെ അവര് പറയുന്നത്, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനവും മഹാപുരോഹിതന്മാരും നിന്നെ എന്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിന് അപ്പൊ നീ എന്താ ചെയ്തേ, വാട്ട് ഹാവ് യു ഡൺ? അവര് നിന്നെ എനിക്കായിട്ട് എന്റെ അടുക്കൽ ഏൽപ്പിച്ചേക്കുക, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോ യേശു കർത്താവ് പറയുന്ന ആ ഒരു പിലാത്തോസിന് മുമ്പിലുള്ള കർത്താവിന്റെ സാക്ഷ്യം, അതാ 36 വാക്യം, യോഹന്നാൻ 18:36. അത് നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു വാക്യമാണ്. അത് പിന്നീട് തിമോത്തിയോസിനോട് പൗലോസ് എഴുതുമ്പോൾ, 1 തിമോത്തിയോസ് 6 അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് തിരിക്കുവാണെങ്കിൽ, അവിടെ തിമോത്തിയോസിനോട് പൗലോസ് യൗവാവായ അടുത്ത ജനറേഷനിലേക്ക് ബേറ്റൺ കൈയാളേണ്ടതായിട്ടുള്ള തിമോത്തിയോസിനോട് പൗലോസ്, ആത്മീയ പിതാവായിട്ടുള്ള പൗലോസ് എന്താ പറയുന്നേ, നീ യേശു കർത്താവ് പൊന്തിയോസ് പിലാത്തോസിന് മുമ്പ് പറഞ്ഞ സാക്ഷ്യം 13 വാക്യം, 1 തിമോത്തിയോസ് 6:13 എന്താ നമ്മൾ വായിക്കുന്നത്, അതിന്റെ 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കുക. നീ നിഷ്കളങ്കനും നിരപവാദിനുമായി, അതായത് അപവാദം ഇല്ലാത്തവനായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ, ഏത് കൽപ്പന? വിശ്വാസം നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ, ആ നല്ല പോർ പൊരുതണം എന്നുള്ള, നിത്യജീവനെ പിടിച്ചുകൊള്ളണം എന്നുള്ള 12 വാക്യത്തിലെ ആ കൽപ്പനയൊക്കെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന് മുൻപിൽ നല്ല സ്വീകാരം കഴിച്ച് യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് കർത്താവിനെ കുറിച്ച് പ്രധാനനായ ഏകാധിപതി, രാജാതി രാജാവ്, കർത്താതി കർത്താവ് എന്നൊക്കെ പറഞ്ഞ് താൻ മാത്രം അമർത്യതയുള്ളവനോ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനോ മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും ആയവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും, അവന് ബഹുമാനം നിത്യബലം ഉണ്ടാവട്ടെ എന്നൊക്കെ യേശുവിനെ കുറിച്ച് വർണ്ണിച്ച് പറയുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ കർത്താവിന്റെ ആ ഒരു നല്ല സ്വീകാരം, ആ ഒരു ഗുഡ് കൺഫെഷൻ ബിഫോർ പോണ്ടിയസ് പൈലറ്റ്, കർത്താവിന്റെ ആ നല്ല സ്വീകാര്യം നമ്മളിപ്പോ യോഹന്നാൻ 18:36 19:11 നമ്മളത് വായിച്ച ആ ഒരു നല്ല സ്വീകാരം തന്റെ ആത്മീയ മകനായിട്ടുള്ള തിമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്. എന്താ പറയുന്നത്, സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പിലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച് ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച്. അപ്പൊ ആ കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുക എന്താ, പൊന്തിയോസ് പിലാത്തോസിന് മുമ്പാകെ ആ ഒരു സാക്ഷ്യത്തോടെ നിന്ന് അപ്പൊ നമ്മളും ദൈവം നമ്മളെ പലയിടങ്ങളിലൊക്കെ കർത്താവിന്റെ സാക്ഷികളായിട്ട് നമ്മുടെ കോളേജിലോ സ്കൂളിലോ ഓഫീസിലോ
അയൽപക്കത്തോ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ സാക്ഷിയായിട്ട് നിർത്തുമ്പോൾ അവിടെ കർത്താവിനെ കുറിച്ച് നല്ല സ്വീകാരം കഴിച്ച് എന്റെ മകൻ എന്ന് പറയാൻ തക്കവണ്ണം. അപ്പൊ അത് കർത്താവിന്റെ സാക്ഷി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ ചർച്ച പണിയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് 8 കോടി തരണം എന്നല്ല കർത്താവ് പറയുന്നത്. എന്റെ രാജ്യം ഐഹികം അല്ല എന്നാ പറയുന്നത്. ഇന്ന് ഈ ലോകത്തിന്റെ കാര്യങ്ങള് ലോകത്തിലുള്ളവര് ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതാ നമ്മള് ഇത് യോഹന്നാൻ 8-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ കീഴേ നിന്നുള്ളവര് എന്താ സംസാരിക്കുന്നത്, താഴെയുള്ള കാര്യങ്ങൾ. അതാ യോഹന്നാൻ 8:23 കർത്താവ് പറയുന്നുണ്ട്, അവൻ അവരോട് നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുമ്പായിട്ട് യോഹന്നാൻ 3-ാം അധ്യായത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ നിന്നുള്ളവനാണ് ഭൂമിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, എനിക്ക് ഇത്ര കോടി വേണം, എനിക്ക് നിങ്ങൾ 1 മാസം ശമ്പളം തരണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ആരാ പറയുന്നത്? ഭൂമിയിൽ നിന്നുള്ളവരാ പറയുന്നത്. അതാ അതിന്റെ യോഹന്നാൻ 3:31 യോഹന്നാൻ സ്നാപകൻ പറയുക, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുക. അതിന്റെ 30-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പറയാം, അവൻ വളരണം ഞാനോ കുറയണം. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന ആയിരിക്കേണ്ട ഒരു വാക്യം 30-ാമത്തെ വാക്യം, അവൻ വളരണം, യേശു വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞിട്ട് ഈ വളരേണ്ട ഈ കർത്താവ് എന്താ, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ. 31-ാമത്തെ വാക്യം യോഹന്നാൻ 3:31 യോഹന്നാൻ സ്നാപകൻ പറയുക, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. ഭൗമികമായത് സംസാരിക്കുന്നു, ഭൂമിയിലുള്ള കാര്യങ്ങളാ നമ്മൾ സംസാരിക്കുന്ന. നിങ്ങൾക്ക് രോഗം മാറണോ, വിസ കിട്ടണോ, നിങ്ങളുടെ ക്യാൻസർ വരുത്തണം, അല്ലെങ്കിൽ വിസ ബ്ലോക്ക് ചെയ്യണം, അനുഗ്രഹം ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കാനൊക്കെ ഇങ്ങനെ ഈ പൈപ്പൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇവർക്ക് കുറെ മെക്കാനിസംസ് ഉണ്ട് തോന്നുന്നു, പ്ലംബിംഗ് വിദ്യകൾ മാതിരി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതാ ഭൂമിയിലുള്ളവൻ ഭൗമികനാവുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. ഭൂമിയിലുള്ള കാര്യം, നിനക്ക് അവിടെ ഗൾഫിൽ പോകാൻ വിസ വേണോ, അമേരിക്ക പോകാൻ അത് വേണോ, നിനക്ക് ഇത്ര രൂപ വേണോ, നിന്റെ പേഴ്സിൽ 1.5 കോടി വേണോ, അങ്ങനെയുള്ള ഭൂമിയിലുള്ള കാര്യമൊക്കെ ആണ് ഭൗമികന്മാര് സംസാരിക്കുന്നത്, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ സ്വർഗത്തിൽ നിന്നുള്ളവന് എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല, എന്നാൽ അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു എന്നുള്ള കാര്യമൊക്കെയാ പറയുന്നത്. അപ്പം ആ ഒരു ഭൂമിയിലുള്ളത് സംസാരിക്കുന്ന ഇന്നത്തെ കള്ളപ്രവാചകന്മാരുണ്ട്. എന്നാൽ സ്വർഗീയമായത് സംസാരിക്കാൻ, അതായത് കർത്താവിനെ പോലെ ആകുന്ന കാര്യവും, കർത്താവിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുന്ന കാര്യവും, കർത്താവിനെ പോലെ ക്ഷമിക്കുന്ന കാര്യവും, കർത്താവിനെ പോലെ ഇതുപോലുള്ള പണസ്നേഹികളെയൊക്കെ ചാട്ടവാറെടുത്ത് ദൈവത്തെ ശുദ്ധമാക്കുന്ന കാര്യവും, അങ്ങനെയൊക്കെയുള്ള കർത്താവിനെ പോലുള്ള സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് കർത്താവ് ചെയ്തത്. അതാ 36-ാമത്തെ നമ്മൾ തിരിച്ച് യോഹന്നാൻ 18:36 ഉള്ള കർത്താവിന്റെ നല്ല സ്വീകാര്യം. എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളത് ഈ ലോകത്തിന്റേതല്ല എന്നുള്ളതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. നോട്ട് ഓഫ് ദിസ് വേൾഡ്, കോസ്മോസ് എന്നുള്ള കോസ്മോസ് എന്ന ലോകം, എന്റെ രാജ്യം ഈ ലോകത്തിന്റെ രാജ്യമല്ല. ഈ ലോകത്തിലെ പല പല രാഷ്ട്രങ്ങളുണ്ട്, പല പല റിപ്പബ്ലിക്കുകളുണ്ട്, അതുപോലുള്ള ഒരു രാജ്യമല്ല എന്റെ രാജ്യം. നീ യഹൂദന്മാരുടെ രാജാവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ രാജാവാണ്, പക്ഷെ എന്റെ രാജ്യം, ഞാൻ രാജാവായിരിക്കുന്ന രാജ്യം ഈ ലോകത്തിന്റെ രാജ്യമൊന്നുമല്ല. ലോകത്തിന്റെ ഇത്ര രാജ്യങ്ങളിൽ ഒരു റിപ്പബ്ലിക്കാണ് എന്റെ രാജ്യം എന്ന് പറയുന്നത്. ഇന്ന് ചില ആൾദൈവങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര് അങ്ങ് വേറെ എവിടേക്കോ ഇതെന്ന് അവിടെ എന്തൊക്കെയോ ചെയ്തിട്ട് അത് അവരുടെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചതായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പോലീസിന്റെ പിടിയിൽ നിന്ന് വിട്ടുപോയിട്ട് വേറെ എവിടെ പൊങ്ങിയിട്ട് അവിടെ അവരുടെ രാജ്യം സ്ഥാപിക്കുന്ന ആൾദൈവങ്ങളൊക്കെ നമ്മള് ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. എന്ന് കർത്താവ് പറയുന്നത് എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം, അതായത് ഈ യഹൂദന്മാരാണ് എന്നെ ഇപ്പം നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കുന്നത്, എന്നാൽ ഈ യഹൂദന്മാരുടെ കയ്യിൽ തന്നെ എന്നെ ഏൽപ്പിക്കാതെ വണ്ണം എന്റെ സേവകർ, എന്റെ മൈ സെർവൻസ്, എന്റെ ദൂതന്മാർ, എന്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല. അവിടെ ഐഹികമല്ല എന്ന് തന്നെയാണ് പ്രവേശിക്കുന്നത്. ആദ്യത്തെ വാക്ക് ശരിക്കും എന്റെ ലോകം ഈ രാജ്യത്തിൻ്റെതല്ല എന്ന്, അവിടെ എക്സാക്ട് ട്രാൻസ്ലേഷൻ വേണ്ട, ഈ ലോകത്തിൻ്റെതല്ല. പിന്നെ കർത്താവ് വീണ്ടും പറയുമ്പോൾ എന്റെ ലോകം നോട്ട് ഓഫ് ദിസ് റലം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ലോകത്തിൻ്റെതായ ഒരു റലം ഉണ്ട്. ലോകത്തിൻ്റെതായ റലം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ 1 യോഹന്നാൻ 2:16 നമ്മളെപ്പോഴും പറയുന്നുണ്ടെങ്കിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ് ഈ ലോകത്തിൻ്റെതായ റലം. ആ റലത്തിലുള്ളതല്ല തന്റെ രാജ്യം എന്ന് പറയുന്ന ആ ഒരു കർത്താവിനെ, ആ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നമുക്ക് അവിടെ കാണാനൊക്കെ. എന്റെ ലോകം ഐഹികമല്ല ഇന്ന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നമ്മളുടെ രാജ്യം ശരിയാണ്, നമ്മളിവിടെ ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, കുഞ്ഞുങ്ങളെ വളർത്തുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നു, ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾ ലോകത്തിലുള്ള പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ
അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ നിറവേറ്റുമ്പോഴും സ്വർഗീയമായ ഒരു മനസ്സോടെ ചെയ്യുവാൻ കാര്യങ്ങളെല്ലാം സ്വർഗീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ശരിയാണ്. നമ്മള് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ അവിടെ വീട് പണിയുന്നു, അല്ലെങ്കിൽ വേറെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നു, പല പല നമ്മൾ കടന്ന സാധനം വാങ്ങിക്കുന്നു, പല കാര്യങ്ങള് അതിന്റെ കണക്കുകൾ അതൊക്കെ എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാ ഏതൊരു കാഴ്ചപ്പാടുകൂടിയാ സ്വർഗത്തിൽ തന്നെ നിങ്ങളുടെ മനസ്സുറപ്പിക്കുകയും, അല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ മനസ്സുറപ്പിക്കുകയും, സ്വർഗത്തിലുള്ള ചിന്തിക്കുകയും എന്നുള്ളതിനെക്കാട്ടി കുറച്ചിട്ട് സ്വർഗത്തിൽ തന്നെ മനസ്സുറപ്പിക്കുകയും എന്നാണ് കൊളോസ്യർ 3:2 നമ്മൾ വായിക്കുന്നത്. അവിടെ സ്വർഗത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട്, അതായത് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാ നമ്മളുടെ ആ ദേഹിയും നമ്മുടെ മനസ്സും ചിന്തകളും വികാരങ്ങളും എല്ലാം അങ്ങ് സ്വർഗത്തിൽ സെറ്റ് ചെയ്തിട്ട് സ്വർഗീയമായ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണുവാൻ. അപ്പം നമ്മൾ മനുഷ്യരെ കാണുമ്പോഴാവട്ടെ, ബാക്കി പല നമ്മൾ പണം കൈകാര്യം ചെയ്യുമ്പോഴാവട്ടെ, അത് ശരിയാണ്. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനായിട്ട് ദൈവം തന്നിരിക്കുന്ന പൈസ, സമ്പാദ്യം, കാര്യങ്ങളെല്ലാം അത് കർത്താവിന് കാര്യവിചാരന്മാരായിട്ട് നമ്മൾ ഉപയോഗിക്കണം. പക്ഷെ നമ്മൾ ഇതിനെ അങ്ങ് പറ്റി പിടിച്ചു അങ്ങോട്ട് നമ്മളങ്ങ് നമ്മളായിട്ട് അങ്ങ് ഗ്രാബ് ചെയ്ത് ഇരിക്കാനുള്ളതല്ല. മറിച്ച് കർത്താവ് എല്ലാം അങ്ങേണ്ടതാണ്. അവിടുന്ന് എനിക്ക് ഫ്രീഡം തരുന്നവർ, അവിടുന്ന് ആത്മാവിൽ എന്നെ നയിക്കുന്നത് പോലെ കർത്താവെ അത് ചെലവഴിക്കാനോ സമ്പാദിക്കാനോ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും എന്താണെന്ന് വെച്ചാൽ കർത്താവ് അവിടുത്തേതാണല്ല എന്ന് പറയുന്ന കർത്താവെ ആ സുഹൃത്തിനോട് നമ്മളിത് പറയുന്നത് പോലെ നിനക്ക് കാലുകളില്ല ഇന്ന് ഞാൻ നിന്റെ കാലായിരിക്കും എന്ന് പറയുന്നത് പോലെ, ഐ വിൽ ബി യുവർ ലെഗ്സ് എന്ന് പറയുന്നത് പോലെ ഞാനായിരിക്കും കർത്താവെ നിന്റെ ശരീരമായിട്ട്, എന്റെ ശരീരം കർത്താവെ നിന്റെ ആലയമായിട്ടായി തീരട്ടെ, നിന്റെ ആലയമായിട്ട്, നിനക്ക് വസിക്കാനുള്ള ഒരു ആലയമായിട്ട് എന്ന് പറയുന്നത് ഈ ലോകമല്ല, ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വാക്യങ്ങളോട് വായിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 37-ാമത്തെ വാക്യത്തിൽ പിലാത്തോസ് അവനോട് എന്നാലും നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന്, അപ്പം നീ രാജാവാണല്ലോ, അപ്പൊ നിന്റെ രാജ്യം ഐഹികമല്ലെന്നേ ഉള്ളൂ, അപ്പൊ നീ രാജാവ് തന്നെ ആണോ എന്ന്, അപ്പം സോ യു ആർ എ കിങ്, നീ രാജാവ് തന്നെ ആണോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, ഐ എം എ കിങ്. കർത്താവ് രാജാവായിട്ടുള്ള കർത്താവ് യു സി കറക്റ്റ്ലി നീ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ടിക്ക് മാർക്ക് ഉണ്ട് എന്നിട്ട് യു സി കറക്റ്റ്ലി ദാറ്റ് ഐ എം എ കിങ്, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിനായിട്ട് ഇന്ന് കർത്താവിന്റെ പേരും പറഞ്ഞ് പലരും കള്ളത്തരങ്ങളും കള്ളക്കണക്കുകളും ഒക്കെ വെച്ച് കർത്താവിന്റെ പേരിൽ നിന്ന് പറഞ്ഞ് കർത്താവിന് ആലയം പണിയാനെന്ന് പറഞ്ഞ് കോടികള് വരുത്തും. അത് കഴിഞ്ഞിട്ട് അതിന്റെ അക്കൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ അതൊന്ന് കൈയിട്ട് വാരി സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെലവഴിക്കും. അങ്ങനെയൊക്കെയുള്ള കള്ളസാക്ഷികളാല് ഇന്ന് ക്രിസ്ത്യ ലോകം നിറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ എന്താ, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. ആ സത്യത്തിനായിട്ട്, സത്യം ലേത്യ എന്നുള്ള ആ ഗ്രീക്ക് പദത്തിന് സത്യമെന്നും യാഥാർത്ഥ്യമെന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. സത്യം കർത്താവ് തന്നെയാണ് സത്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് കർത്താവ് യോഹനം 14:6 പറയുന്ന കാര്യം നമുക്കറിയാം. കർത്താവിന്റെ വചനം സത്യമാണെന്ന് യോഹനം 17:17 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ താൻ തന്നെ സത്യമാണ്, തന്റെ വചനമാകുന്ന ആ സത്യത്തിന്, ആ യാഥാർത്ഥ്യത്തിന്, ദൈവത്തിന്റെ ആ ഒരു ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലുള്ള ഒരു ജീവിതം, ഒരു കാപട്യമില്ലാതെ യാഥാർത്ഥ്യബോധത്തോടെയുള്ള ആ ജീവന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായിട്ട് ഈ സത്യത്തിനായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. സത്യതൽപരരായവരെല്ലാം എന്റെ വാക്ക് കേൾക്കുന്നു എന്ന് വായിക്കുന്നത്. എവരി വൺ ഹു ഈസ് ഓഫ് ദ ട്രൂത്ത്, എവരി വൺ ഹു ഈസ് ഓഫ് ദ ട്രൂത്ത്, ഹു ഈസ് ഏക് എന്നുള്ളൊരു വാക്ക് അവിടെ ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. ഹു ഈസ് ഓഫ് ദ ട്രൂത്ത്, സത്യതൽപരരായ എന്നുള്ള കുറച്ചൊരു പാരഫ്രൈസ്, കുറച്ചുകൂടെ സത്യത്തിനായിട്ടുള്ളവർ എന്നുള്ളത് ആണ് കുറച്ചുകൂടി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിഭാഷ എന്ന് പറയാം. സത്യത്തിനായിട്ടുള്ളവര്, ആ സത്യത്തെ സ്നേഹിക്കുന്നവര്, സത്യതൽപരരായിട്ടുള്ളവര്, അവർക്ക് കർത്താവിന്റെ ആ ശബ്ദത്തെ കേൾക്കാനൊക്കെ നമുക്കിന്ന് യഥാർത്ഥത്തില് ആർക്കാ സത്യത്തെ കേൾക്കാനൊക്കുന്നേ? കർത്താവിന് ഇതേ യോഹന്നാൻ 7:17 പറയുന്നുണ്ട്, ഒരുവൻ എന്റെ ഇഷ്ടം ചെയ്യുവാന് വില്ലിങ് ആണെങ്കിൽ, അവന് ഹിതം ഉണ്ടെങ്കിൽ, അവന് ഇഷ്ടമുണ്ടെങ്കിൽ അവന് ഇത് സത്യമായിട്ടുള്ള ഉപദേശമാണോ കള്ളമായിട്ടുള്ള ഉപദേശമാണോ, ഞാൻ സ്വന്തമായിട്ട് പറയുന്നതാണോ എന്ന് മനസ്സിലാവുന്നു. ഇതേ യോഹന്നാൻ 17 കൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തുക. യോഹന്നാൻ 7:17 കർത്താവ് ഇങ്ങനെ പറയുന്നേ. അപ്പൊ കർത്താവ് അവിടെ പറഞ്ഞത് ഇപ്പൊ നമ്മൾ വായിച്ച് സത്യതൽപരരായവര് എന്റെ ശബ്ദം കേൾക്കും എന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിച്ച്. ഇവിടെ യോഹന്നാൻ 7:17 അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അല്ലെങ്കിൽ ആ വില്ലിങ്, അവരുടെ വില്ല്, അവരുടെ സ്വന്തം ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തവര്, തെലോ എന്നുള്ള ഒരു വാക്കാണ്. തിലിമ എന്ന് പറഞ്ഞാൽ വിൽ, തെലോ എന്ന് പറഞ്ഞാൽ ടു വിൽ, വിൽസ് ടു ഡു, ദോസ് ഹു ആർ വില്ലിങ് ടു ഡു ഹിസ് വിൽ, കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് തങ്ങളുടെ ആ ഇച്ഛയെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തവര്. അതാ യോഹന്നാൻ 7:17 അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയമായിട്ട് പ്രസ്താവിക്കുന്നതോ എന്ന് അറിയും.
സത്യം പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം സ്വയം 18-ാമത്തെ വാക്യം, സ്വയമായി പ്രസ്താവിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു, നീതികേട് അവനില്ല. ഇവിടെ നമ്മൾ സ്വയമായിട്ട് പറയുന്നത് സ്വന്തം മഹത്വമാണെന്ന നമ്മൾ കർത്താവെ എന്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആ സത്യമായിട്ടുള്ളത്. യഥാർത്ഥത്തില് ഇന്ന് അനേകര് അനേകം ക്രിസ്തീയ ടെലിവിഷനും ക്രിസ്തീയ യൂട്യൂബ് ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് യഥാർത്ഥം എല്ലാവരും വചനം എടുത്തുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരും വചനം എടുത്തുകൊണ്ടാണ് എന്താ പറയുന്നത്, ഞാൻ എന്തോ നിങ്ങളുടെ ശാപം നിങ്ങളുടെ വീട്ടിൽ തിന്മ ഒഴിയത്തില്ലെന്നോ ഏതാണ്ടൊക്കെ ശാപവാക്കുകളും ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന, ഏതാണ്ട് ATM കാർഡ് ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ ഇവർ ഏതാണ്ട് അനുഗ്രഹം ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറയുന്നതൊക്കെ പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ വിടുവായുത്തരമൊക്കെ ഓരോരുത്തര് കള്ളപ്രവാചകന്മാർ പറയുമ്പോ എന്താ ഇത് അങ്ങനെയുള്ള ആ ഒരു അസത്യമായിട്ടുള്ള കാര്യങ്ങളായി ഈ വചനം വെച്ചുകൊണ്ട് പലരും പറയുന്നത്. പിന്നെ യഥാർത്ഥത്തില് ഈ വചനം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരാൾ പറയുന്നത് സത്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്നുള്ളത് ആർക്കാ തിരിച്ചറിയാൻ ഒക്കുന്നതെന്ന് ചോദിച്ചാൽ യോഹന്നാൻ 7:17 നമ്മൾ വായിച്ചതുപോലെ കർത്താവിന് ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന് ഇത് യഥാർത്ഥത്തിലുള്ള ദൈവവചനമാണോ അല്ലയോ എന്ന് മനസ്സിലാവും. മറ്റുള്ളവരൊക്കെ അവിടെ കൂലിത്തൊഴിലാളികൾ പോലെ വന്നിരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവര് ഡിസേർവ് ടു ബി ഡിസീവ്ഡ്, ഇതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അവിടെയൊക്കെ അപ്പോസ്തലനാണ് പ്രവാചകനാണെന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളത്തരത്തിന് അവര് കൂട്ടുനിൽക്കുമ്പോൾ അവര് വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാര് ഇന്ന് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളൊരു കാര്യം. അപ്പൊ യഥാർത്ഥത്തില് പക്ഷെ നമുക്ക് കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം. കർത്താവെ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം മാത്രം എന്റെ ജീവിതത്തിൽ ചെയ്യണമെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിന് മുമ്പാകെ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോഴേ അത് മനസ്സിലാവും ഇത് ദൈവത്തിൽ നിന്നുള്ളത് പറയുന്നതാണോ അതോ ഇയാൾ സ്വന്തമായിട്ട് എടുത്തിട്ട് പറയുന്നതാണോ എന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷെ ഇന്ന് അതൊന്നും ഇല്ലാത്ത ജാതികൾക്ക് പോലും മനസ്സിലാവുന്ന കാര്യങ്ങൾ പോലും ഇല്ല വിശ്വാസികൾ എന്ന് പറയുന്ന പല ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചുറ്റും കാണുന്നത്. ഇപ്പം അവിടെയൊക്കെ സത്യതൽപരരായവർ, സത്യത്തിനായിട്ടുള്ളവര് കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നു. നമ്മൾ സത്യത്തിനായിട്ട് യാഥാർത്ഥ്യത്തിനായിട്ട് നിൽക്കുന്നവരാണോ അതോ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നവരാണോ? അങ്ങനെയുള്ളവരെ ഒഴിഞ്ഞു നിൽക്കാൻ 2 തിമോഥെയോസ് 3:5 നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമുക്കായിട്ട് ബന്ധിക്കപ്പെട്ട കർത്താവ്, നമുക്കായിട്ട് ആ സുഹൃത്തിന്റെ ആ ഒരു കഥ നമ്മൾ കേട്ടു. നമുക്കായിട്ട് സ്വന്തം കാലുകളെ ചതച്ച് കളഞ്ഞ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന സുഹൃത്തിന് വേണ്ടി നമ്മൾ അവന്റെ കാലുകളായി തീരും എന്ന് പറയുന്നത് പോലെ നാം കർത്താവിന്റെ ശരീരമായിട്ട് കർത്താവിന്റെ ആലയമായിട്ട് തീരാനായിട്ട് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മള് കർത്താവ് ബന്ധിക്കപ്പെട്ടത് എന്നെ വിടുവിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മള് പിലാത്തോസിന്റെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. അവരുടെ ആ ഒരു ഭക്തിയുടെ അഭിപ്രായങ്ങളും മതഭക്തിയുടെ മേലങ്കിയും മതഭക്തിയുടെ ആ ഒരു ഔട്ട്വേർഡ് കവറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ പ്രവചനം, കർത്താവ് ഇങ്ങനെ ക്രൂശിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന്റെ കർത്താവിന്റെ പ്രവചനം, സാത്താനാണ് ഇത് കരിക്കൾ നീക്കുന്നുണ്ടെങ്കിലും ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വേലി പൊളിക്കാതെ നമ്മളൊരു ഉറുമ്പ് പോലും കടിക്കാൻ അല്ലെങ്കിൽ ഒരു കൊതു പോലും കടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മള് കണ്ട എന്താ, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി അല്ല ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം ഐഹികമല്ലെന്ന് നമ്മുടെ രാജാവായിട്ടുള്ള കർത്താവ് പറയുന്നേ. അപ്പം നമ്മളിത് ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണോ? ഈ ലോകത്തിൽ അത് കിട്ടണം, ഇത് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം, നമുക്ക് വേണ്ടുന്നെല്ലാം കർത്താവ് തന്നോളൂ. കർത്താവ് പറഞ്ഞു മുമ്പ് അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ, കർത്താവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ രാജാവായിട്ട് കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സ്വഭാവം അത് തന്നെ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, കർത്താവിനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാമായിട്ട് നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ഈ ഭൂമിയിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് സമൃദ്ധിയായിട്ട് ചെയ്തു തരുമെന്ന് മത്തായി 6:33 ഫിലിപ്പിയർ 4:19 നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഐഹികമല്ല, നമ്മൾ ഈ ലോകത്തിന് വേണ്ടിയുള്ളവരല്ല, സത്യതൽപരരായിട്ടുള്ളവരെ, സത്യത്തിനായിട്ട് തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളവർക്ക് കർത്താവിന്റെ ശബ്ദത്തെ തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ആ സത്യമാകുന്ന കർത്താവിനെ, വചനമാകുന്ന സത്യത്തെ, നമ്മുടെ ജീവിതത്തിന്റെ സത്യമാകുന്ന യാഥാർത്ഥ്യത്തെയൊക്കെ സ്നേഹിക്കുവാനും അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കുവാനും വിവേചനത്തോടെ യഥാർത്ഥത്തില് ദൈവത്തിന്റെ പ്രവൃത്തി എവിടാണ് നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നത്, എവിടാണ് ദൈവം പണിയുന്ന സഭ ഏതാണ് ആൾക്കാര് പൈസ കൊടുത്ത് വിദേശത്തു നിന്ന് പണം കൊടുത്ത് പണിയുന്ന സഭ ഏതാണ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കർത്താവ് പണിയുന്ന മണവാട്ടി സഭ ഏതാണെന്ന് തിരിച്ചറിയുവാനൊക്കെ കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്ന് കർത്താവ് നമ്മളെ വഴി നടത്തട്ടെ. ആ കർത്താവിനായിട്ട് ജീവിക്കുവാനും നമുക്ക് നമ്മളുടേതായ ഒരു ശക്തിയില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം കർത്താവെ. ആത്മസന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണം, ആത്മചൈതന്യം പകരണം, ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാനായിട്ട് ഈ ധരയിൽ നമ്മള് അതിന് 3ാമത്തെ സ്റ്റാൻസിൽ നമ്മൾ പാടുന്നുണ്ട്. മായയാം ഈ ലോകം തരും സുഖമെല്ലാം മറന്ന് ഞാൻ ഓടുവാൻ തിരുരാജ്യയിൽ ചേരുവാൻ. ഈ ലോകത്തിൻ്റെതല്ല, ഐഹികമല്ല,
തന്റെ രാജ്യം എന്ന് പറഞ്ഞ രാജാതിരാജാവായ കർത്താവാണ് നമ്മുടെ രാജാവ്. കർത്താവിനെ രാജാവാക്കാൻ വേണ്ടി ആൾക്കാർ നോക്കിയപ്പം കർത്താവ് അതെല്ലാം കുതിറിമാറി കർത്താവ് മലയിലേക്ക് പോയി പിതാവിനോട് സമയം ചെലവിട്ട ആ കർത്താവ് ഈ ലോകത്തിൻ്റെതായ എല്ലാം മറന്ന് ഓടുവാൻ കർത്താവ് അവിടുത്തെ രാജ്യത്തിനായിട്ട് ജീവിക്കാൻ, അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ജീവിക്കാൻ തക്കവണ്ണം കർത്താവ് കുശുവിന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ തരുന്നു നമ്മൾ പാടുന്നത്. കുശുവിന്റെ കയ്യിലെ കളിമണ്ണിന് അതിന് സ്വന്തമായിട്ടുള്ളൊരു ഹിതമില്ല. അത് കുശുവൻ എങ്ങനെ മെനയുന്നു അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ്. നമുക്കും അതുപോലെ കർത്താവിന്റെ കരങ്ങളിൽ കർത്താവെ അവിടുന്ന് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളാവട്ടെ, വ്യക്തികളാവട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, നമ്മളുടെ കുടുംബാംഗങ്ങളിലൂടെയുള്ള കാര്യങ്ങളാവട്ടെ, നമ്മളുടെ അയൽവക്കത്തുകാരിലുള്ള കാര്യങ്ങൾ എല്ലാം ദൈവമേ കർത്താവ് അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എനിക്ക് കർത്താവ് അതിനെ കുറിച്ച് ഒരു പരാതിയോ വെറുപ്പോ ഇല്ല. അവിടുന്ന് അറിഞ്ഞു, അനുവദിച്ചു. കർത്താവെ ഓരോ സമയത്തും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. അവിടുന്ന് സംസാരിച്ച പോലെ സംസാരിക്കുവാൻ, അവിടുന്ന് ചിന്തിച്ച പോലെ ചിന്തിക്കുവാൻ, അവിടുന്ന് പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാവരോടും ക്ഷമിക്കാനും കർത്താവിന്റെ സ്വഭാവം മാനിഫെസ്റ്റ് ചെയ്യുവാനും അതിനായിട്ട് എന്നെ സഹായിക്കണമേ. യേശു നടന്നപോലെ നടക്കുവാനും സത്യതാൽപരരായവരെല്ലാം കർത്താവിന്റെ ശബ്ദം കേൾക്കും. സത്യത്തെ സ്നേഹിക്കുന്നവര് അത് അവര് വഞ്ചിക്കപ്പെടാതെ അവര് ബാക്കിയുള്ളവർക്കെല്ലാം വിശ്വസിക്കുമാറുള്ള വ്യാപാര ശക്തി ദൈവം അയക്കുമ്പോൾ സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് സത്യമാകുന്ന കർത്താവിന്റെ വചനത്തെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ആ സത്യത്തെ കർത്താവ് നമ്മുടെ മനസാക്ഷിയില് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുമ്പോൾ അതിനെ സ്നേഹിച്ച് മനസാന്തരപ്പെട്ട് അങ്ങനെ സത്യത്തെ നമ്മൾ സ്നേഹിച്ച് കർത്താവിനായിട്ട് ജീവിപ്പാനായിട്ട്, ആത്മാവിനാൽ നിറഞ്ഞ് ജീവിപ്പാനായിട്ട് നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പാടാം. ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവേ, ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മധൈര്യം എന്നിൽ പകരുക പരനേ, ദയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ദയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, തിരുകൃപയല്ലോ ശരണമറിഞ്ഞേ, അകറ്റാൻ കഴിയുള്ള പരനേ, തിരുകൃപയല്ലോ ശരണമറിഞ്ഞേ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനേ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മദൈവന്യം എന്നിൽ പകരുക പരനേ, ദയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ദയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, മായയാമീരൂസം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യത്തേരാൻ, മായയാമീരൂസം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ, തിരുരാജ്യത്തേരാൻ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനേ, ആത്മദൈവന്യം എന്നിൽ പകരുക പരനേ, ദയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ദയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, കുറ്റവന്റെ കൈയിൽ കളിമണ്ണു പോലെ പണിയുക പരനേ, തിരുഗീതം പോലെ കുറ്റവന്റെ കൈയിൽ കളിമണ്ണു പോലെ പണിയുക പരനേ, തിരുഗീതം പോലെ
ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണി പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറയ്ക്കണേ ശക്തരായി തീരാം, പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ നിറയ്ക്കണേ ശക്തരായി തീരാം. കർത്താവിനുമ്പാകെ നമ്മളെ തന്നെ ഒരു ജീവനുള്ള യാഗമായിട്ട്, ബുദ്ധിയുള്ള ആരാധനയായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ആ പാപത്തിനായിട്ടുള്ള പുണ്യാഹയാഗത്തെ നമ്മൾ ഓർക്കുമ്പോൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് അതിനെ യുക്തിപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അങ്ങനെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുക എന്നുള്ളൊരു കാര്യം. കർത്താവ് ഒരു കാലത്തേക്ക് കളയും ഗോതമ്പും എല്ലാം ഒരുമിച്ച് വളരാൻ അനുവദിക്കും. എന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ അതെല്ലാം വ്യക്തമായിട്ട് തീരും. അത് നമുക്ക് പതിരായിട്ടാണോ കളയായിട്ടാണോ, നമ്മുടെ യഥാർത്ഥത്തിൽ കാമ്പുള്ള ഗോതമ്പാണോ എന്നുള്ള കാര്യം അന്ന് വെളിപ്പെടും. എത്രമാത്രം കാമ്പുണ്ട്, 100 മീനിയുള്ള വിളവാണോ 60 മീനിയോ 30 മീനിയോ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യമൊക്കെ അന്ന് വെളിപ്പെടുന്ന ഒരു നാള് വരും. അവിടെ നമുക്ക് ന്യായീകരിക്കാനോ നമുക്ക് പക്ഷം പറയാനോ റെക്കമെൻഡ് ചെയ്യാനോ ഒന്നും ആരുമില്ല. അന്ന് നമ്മുടെ സ്നേഹിതയെ കത്താനും മുമ്പാകെ ആ സ്നേഹമുള്ള കണ്ണുകൾ നമ്മളെ നോക്കുമ്പോൾ നമ്മൾ അന്ന് ക്ലേശിച്ച് തലവാഴ്ത്തി പോകാതെ വണ്ണം ഇന്ന് തന്നെ അവിടുത്തെ മുമ്പാകെ ആ സ്നേഹമുള്ള കണ്ണുകളെ കണ്ട് സമ്പൂർണമായിട്ടും എന്റെ ജീവിതത്തെ സമ്പൂർണമായിട്ട് കർത്താവെ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നത് നമുക്ക് പറയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും നമ്മളുടെ മനോഭാവങ്ങള്, നമ്മളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങള്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ തീരുമാനങ്ങള്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ മുഖഭാവങ്ങള്, നമ്മളുടെ വർത്തമാനം, നമ്മുടെ വാക്കുകള്, നമ്മളുടെ ഓരോ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ, അവിടെ എല്ലാം യേശുവിനെ വെളിപ്പെടാനായിട്ട് നാം യേശുവിന് ഒരു ശരീരമായിട്ട് കർത്താവിന് ഒരു ശരീരത്തെ ആവശ്യമുണ്ട്. ആ യേശുവിനെ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം, യേശുവിന്റെ ആ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആ യേശുവിന്റെ മരണം നമ്മൾ വഹിക്കുവാൻ സന്നദ്ധരാണ്. യേശുവിന്റെ മരണം വഹിച്ചുകൊണ്ട് കർത്താവെ ഞാൻ എന്റെ ഇഷ്ടം പോലെ അല്ല, യേശു കർത്താവ് ഗത്സമനെ തോട്ടത്തില് കർത്താവ് രക്തവേർപ്പായിട്ട് കർത്താവ് ചൊരിഞ്ഞ നല്ലൊരു കരഞ്ഞതുപോലെ എന്റെ ഇഷ്ടം പോലെയല്ല പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ജീവിതത്തിൽ ഓരോ നാൾ അതുപോലെ തന്നെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ കർത്താവിന്റെ മരണം, സ്വയത്തിലുള്ള ആ മരണം വഹിച്ചു. കർത്താവിന്റെ ഇഷ്ടം പോലെ ഒന്നും വേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ എന്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായിട്ട് നടക്കട്ടെ കർത്താവെ. അവിടുത്തെ ആ സകല സമ്പൂർണ്ണതയോടെ കർത്താവെ, അവിടുത്തെ അപൂർണതയോടെ ഇതിൽ വെളിപ്പെടുവാൻ കർത്താവെ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ അവിടുന്ന് ബന്ധിക്കപ്പെട്ടത് എനിക്കായിട്ട് എന്നെ വിടുവിക്കാനായിട്ടാണല്ലോ. അവിടുന്ന് കർത്താവെ ആ പിലാത്തോസിന് മുമ്പില് ഒരു കുറ്റവാളി എന്ന വണ്ണം കർത്താവ് അവിടെ കർത്താവെ ആ പിലാത്തോസിനെ ഫേസ് ചെയ്ത് ആ നല്ല സ്വീകാര്യം പറയുമ്പോഴൊക്കെ അവിടുന്ന് കർത്താവെ എനിക്ക് മാതൃകയായിട്ടാണല്ലോ, എനിക്ക് മുന്നോടിയായിട്ട് ആ നല്ല സ്വീകാര്യം പിലാത്തോസിന് മുമ്പിലുള്ള നല്ല സ്വീകാര്യം മുമ്പിൽ പിടിക്കുവാൻ ആ നല്ല സ്വീകാര്യം പറഞ്ഞവനായ കർത്താവ്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ആ നല്ല സ്വീകാരം തന്നെ പറയുന്നുണ്ട്. എന്റെ എന്റെ രാജ്യം ലോകത്തിൻ്റെതല്ല, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുവാൻ നമ്മളുടെ വാക്കുകളുകൊണ്ടും പ്രവൃത്തികളുകൊണ്ടും അങ്ങനെ സാക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം അറിയാതെ, എന്റെ പിതാവ് അനുവദിക്കാതെ എന്റെ തലയിൽ ഒരു തലമുടി പോലും വീഴത്തില്ല. എന്റെ പിതാവ് അധികാരം തരാതെ ആർക്കും എന്റെ മേലെ യാതൊരു അധികാരവും ഇല്ലെന്ന് യേശു പിലാത്തോസിന് മുമ്പാകെ നല്ല സ്വീകാര്യം പറഞ്ഞതുപോലെ, അതുപോലെ ആ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും എല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ അതുപോലെ സാക്ഷിക്കുവാൻ യേശു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലൂടെ ആ സാക്ഷ്യം പറയുവാൻ, അങ്ങനെ കർത്താവിന്റെ സാക്ഷ്യമാണ് യഥാർത്ഥത്തിലുള്ള പ്രവചനത്തിന്റെ ആത്മാവ് നമ്മൾ വായിക്കുന്നത് പോലെ
ആ കർത്താവിന്റെ സാക്ഷി തന്നെ നമ്മളുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് അത് എവിടത്തേക്ക് ജീവിക്കുവാനുള്ള ഒരു ശരീരമായിട്ട് എന്നെ തെരഞ്ഞു കർത്താവിൽ നമുക്ക് പറയാം. നന്ദി പിതാവ്, ഞങ്ങളത്തിനെയും ഏൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളത്തിനെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും തരുന്ന കർത്താവ്. ഞങ്ങൾ ഇത്ര ബലഹീനരാണ്, എത്രമാത്രം കർത്താവ് പാപത്തിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ളവരാണ് കർത്താവ്. ആകുലതകളും പരാതിയും വെറുപ്പും ഞങ്ങളുടെ ഒരു വിധികര മനോഭാവവും നിഗളവും അശുദ്ധിയും കർത്താവെ, ആ കോപവും കർത്താവെ, ഇതെല്ലാം കാര്യങ്ങൾ കർത്താവെ അങ്ങേക്ക് അവിടുത്തെ വിശുദ്ധിക്ക് ചേരാത്തതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങളുടെ ജഡത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ജഡത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടെ എല്ലാം കർത്താവെ ആ ജഡം വെളിപ്പെടാതെ കർത്താവെ, ഞങ്ങളുടെ സ്വയജീവൻ വെളിപ്പെടാതെ, ഞങ്ങളുടെ യുക്തിയിലും ബുദ്ധിയിലുള്ള ഞങ്ങളുടെ ദേഹീപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ജഡത്തിലൂടെ വെളിപ്പെടാതെ കർത്താവെ, ആത്മാവിൽ നിന്ന് തന്നെ സംസാരിക്കുവാനും ആത്മാവിൽ നിന്ന് തന്നെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് കർത്താവെ അവിടുന്ന് ജീവന സമാധാനത്തോടെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നടത്തുന്ന ആ ഡയറക്ഷൻ അനുസരിച്ച് മുമ്പോട്ട് പോവുക ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്കായിട്ട് ജീവിപ്പാൻ കർത്താവ് ഈ കാര്യങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾക്ക് തീരെയായിട്ട് മാറിപ്പോകാതെ മറിച്ച് അവിടെ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതെല്ലാം കർത്താവ് ഞങ്ങളെ വിടുവിക്കാനാണ്, ഞങ്ങൾക്ക് ഒരു നല്ല മാതൃക കാണിച്ചു തരാനാണ് അവിടുന്ന് അങ്ങനെയെല്ലാം അതുപോലെയുള്ള പല കാര്യങ്ങളിലൂടെ അവിടുന്ന് കടന്നുപോയത്. കർത്താവ് അവിടുന്ന് പ്രവചിച്ചതുപോലെ എല്ലാം തിരുവഴി നിവൃത്തിയാകേണ്ടതിനായിട്ട് സംഭവിച്ചു. അതെ കർത്താവ്, അവിടുത്തെ ജീവിതം സമ്പൂർണ്ണമായിട്ടും അങ്ങനെ ആയിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളെ കുറിച്ചുള്ള തിരുവഴുത്തുകളെല്ലാം നിവൃത്തിയാകേണ്ടത് ഞങ്ങളിലൂടെ ഈ വചനം കർത്താവെ എല്ലാം നിറവേറ്റപ്പെടേണ്ടതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആ സാഹചര്യങ്ങളിലൊക്കെ യേശുവിനെ വെളിപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി. കർത്താവെ അവിടുത്തെ ആ ശബ്ദത്തെ കേൾപ്പാൻ ഇപ്പോഴും കർത്താവ് അങ്ങേ സ്നേഹിപ്പാൻ അങ്ങേ കാണിച്ചു തരുന്ന സത്യത്തെ സ്നേഹിപ്പാനും അവിടുത്തെ ഇമ്പസ്വരം കേൾപ്പാൻ കർത്താവെ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനുള്ള ആ ഒരു മനസ്സോടെ കർത്താവെ അവിടുത്തെ സ്വരത്തെ കേൾപ്പാൻ ഓരോ സാഹചര്യങ്ങളിലും കർത്താവെ അവിടുത്തെ സ്വരം ഞങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് ഇതാകുന്ന വഴി, ഇതാകുന്നു ആ ജീവനുള്ള പുതുവഴി, ഇതാണ് ക്രൂസിന്റെ വഴി എന്ന് കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ നന്ദി. കർത്താവെ നന്ദി. കർത്താവെ നമുക്ക് പറയുന്നത് ഞങ്ങളെ അനുഗ്രഹിച്ചു സ്തോത്രം ചെയ്യും. ഞങ്ങൾ വിളിച്ചതിനായിട്ട് ഞങ്ങളെ വിമുക്തന്മാരാക്കിയതായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. താങ്ക് യു. സ്തുതിക്കുന്ന കർത്താവെ നന്ദി.